നാരായണ 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 നാരായണ. എല്ലാവരും നാമം ചോദിക്കും. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ഗോപികാജീവനസ്മരണം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭാസതാം ഹൃദയേ മമ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ. തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായം മുതൽ 14-ാമത്തെ അധ്യായം വരെയുള്ള വിഷയമാണ് ഇന്നത്തെ പ്രഭാഷണം. അപ്പോൾ പുസ്തകമുള്ളവർ പുസ്തകം എടുത്ത് നോക്കിയാൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി വേഗം മനസ്സിലാവും. 5-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായം മുതൽ 14-ാമത്തെ അധ്യായം വരെയാണ് ഭരത രഘുഗണ സംവാദം. ആ അധ്യായത്തിന് ആരംഭം തന്നെ അധ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ടാണ്. 10-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ അധ സിന്ധു സവീരപതേ എന്നാണ്. അധ, ഈ അധശബ്ദശ്ച ഓങ്കാരശ, ഈ 2 ശബ്ദങ്ങൾ മംഗളസൂചകങ്ങളായിട്ടാണ്. ഇപ്പോൾ കൃഷ്ണാവതാരം പറയുമ്പോൾ അധ സർവഗുണോപേത എന്നുള്ള തുടങ്ങുക. അതുപോലെ ദേവകിക്ക് കുട്ടികളുണ്ടായ കഥ പറയുമ്പോൾ അവിടെയും അധ എന്നുള്ള ശബ്ദത്തിലാണ് തുടങ്ങുക. അധ. അപ്പോൾ അധ എന്നുള്ള ശബ്ദം മംഗളത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. അപ്പോൾ ഏത് കാര്യവും ഒന്നുകിൽ പ്രണവത്തോടുകൂടി അല്ലെങ്കിൽ അധശബ്ദത്തോടുകൂടി തുടങ്ങണമെന്നാണ്. അപ്പോൾ ഇവിടെ അധ എന്നുള്ള ശബ്ദത്തിൽ തുടങ്ങിയതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകരണമാണെന്ന് സൂചിപ്പിക്കുക. പിന്നെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ അധാശബ്ദം. ആരുടെ കഥയാണ് പറയാൻ പോണത്? ഭരതൻ്റെ കഥയാണ്. ഇതിനു മുമ്പ് ഭരതനെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പറയുന്ന വാക്ക് ഭരതസ്തു മഹാഭാഗവതോ എന്നാണ്, അല്ലേ? മഹാഭാഗവതനായ ഭരതൻ. ഭാഗവതത്തിൽ വളരെ കുറച്ച് ആളുകളെക്കുറിച്ച് മാത്രമേ ഈ മഹാഭാഗവതൻ എന്നുള്ള വിശേഷണമുള്ളൂ. വളരെ കുറച്ച് ആളുകൾക്ക് മഹാഭാഗവതൻ എന്നുള്ള വിശേഷണമുള്ളൂ. പ്രഹ്ലാദനെക്കുറിച്ച് പറയുമ്പോൾ മഹാഭാഗവതൻ, അംബരീഷൻ മഹാഭാഗവതൻ, പരീക്ഷിത്ത് മഹാഭാഗവതൻ, ഉദ്ധവൻ മഹാഭാഗവതൻ. അങ്ങനെ വളരെ കുറച്ച് ആളുകളെക്കുറിച്ച് മാത്രമേ ഈ മഹാഭാഗവതൻ എന്നുള്ള വിശേഷണമുള്ളൂ. അപ്പോൾ ഭരതൻ മഹാഭാഗവതനാണ്. ഭരതൻ്റെ പൂർവ്വജന്മം നമ്മൾ കുറച്ച് മുമ്പ് കേട്ടു, അല്ലേ? ഋഷഭൻ്റെ പുത്രനായിട്ട് അവതരിച്ച ഭരതൻ. ആ ഭരതൻ ഭരിച്ചുകൊണ്ടാണ് നമ്മളുടെ നാടിന് ഭാരതം എന്ന് പേര് വന്നത്. അതിനു മുമ്പ് ഈ നാടിൻ്റെ പേര് അജനാഭം എന്നായിരുന്നു. അജനാഭ ഏതദ്വർഷം, അജനാഭം എന്ന പേരുള്ള പ്രദേശം ഭാരതം എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഭരതൻ്റെ കാലശേഷമാണ്. ഈ ഭരതം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നമ്മളൊക്കെ ഭാരതീയരാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താ ഭരതം എന്ന് വെച്ചാൽ അർത്ഥം? അയ്യോ, ഭാസ് എന്ന് വെച്ചാൽ എന്നൊക്കെ പറയാറില്ലേ, ഭാസ്കരൻ. അപ്പോൾ ആത്മജ്ഞാനത്തിൽ രതിയുള്ളവൻ, ആത്മതത്വത്തിൽ രതിയുള്ളവനാണ് ഭാരതീയൻ. അപ്പോൾ ഭാരതം എപ്പോഴും തമസോമാ ജ്യോതിർഗമയ, പ്രകാശത്തിലേക്ക്, ആത്മപ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ. അതുകൊണ്ടാണ് ഭാരതം എന്നുള്ള വാക്ക് തന്നെ. അപ്പോൾ ഈ ഭരതൻ ആദ്യം ഋഷഭപുത്രനായിട്ടുള്ള ഭരതൻ
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നതാണ് മാനായിട്ടുള്ള ഭരതൻ. അത് കഴിഞ്ഞ് കാണുന്നതാണ് ജഡഭരതൻ എന്നൊരു പേര് പറഞ്ഞു. ജഡനെ പോലെ പെരുമാറിയത് കൊണ്ട് ജഡഭരതൻ. അദ്ദേഹം ശരിക്കും ജഡനല്ല. ജഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവേകമില്ലാത്തവൻ എന്നുള്ള അർത്ഥം. പക്ഷേ ഇദ്ദേഹം ജഡനല്ല, ജഡത്വം പുറമേക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹം ഉള്ളിൽ നല്ല ഉണർവുള്ള ആളാണ്. അപ്പം മഹായോഗ്യനാണ് ഭരതൻ. ഇനി ഈ കഥയ്ക്ക് വേറൊരു പ്രത്യേകത അതും കൂടി സൂചിപ്പിക്കാം. മേൽപ്പത്തൂർ ഈ കഥ എടുത്തിട്ടില്ല നാരായണീയത്തിൽ. ഭരതൻ്റെ കഥ മേൽപ്പത്തൂർ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏതായാലും ആ ഭരതൻ്റെ ആ മൂന്നാമത്തെ ജന്മമാണ് ജഡഭരതനായിട്ടുള്ള ജന്മം. അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ട് ജനിച്ചതും പിന്നീട് ഭദ്രകാളിയുടെ മുമ്പിൽ ബലിമൃഗമായിട്ട് കൊണ്ടുപോയതും അവിടെ വെച്ച് ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ട് കാപാലിയന്മാരെയൊക്കെ നിഗ്രഹിച്ച് ഭരതയെ അനുഗ്രഹിച്ചതുമായിട്ടുള്ള കഥയാണല്ലോ കേട്ടത്. പിന്നീട് നമ്മൾ ഭരതനെ കാണുന്ന രംഗമാണ് ഈ 10ാമത്തെ അധ്യായം. അതാണ് തുടക്കം തന്നെ. അഥാ സിന്ധു സൗവീരപതേ രഘുഗണസ്യ വ്രജത ഇക്ഷുമത്യാസ്തടേ. തുടക്കം അങ്ങനെയാണ്. ഇക്ഷുമത്യാസ്തടേ. ഇക്ഷുമതി എന്നു പേരായിട്ടുള്ള നദീതീരത്ത് വെച്ചിട്ട് നടന്നൊരു സംഭവം പറയാം. അതാ ഭരതൻ്റെ മഹത്വം കാണിക്കാനാ. ഭരതനെ പോലെ പരമജ്ഞാനിയായ അനുഭവസമ്പന്നനായ ഒരാൾക്ക് മാത്രമേ ഒരു ജീവനെ കരകയറ്റാൻ പറ്റൂ. അപ്പോൾ അനുഭവസ്ഥനാവണം. അതാണ് ഭരതൻ. ജ്ഞാനം ബുദ്ധിയിൽ നിന്നാൽ പോരാ. ബുദ്ധിയിൽ നിൽക്കുന്നത് വെറും ജ്ഞാനമാണ്. അത് അനുഭവത്തിൽ വരുമ്പോഴേ വിജ്ഞാനമാവുള്ളൂ. അതാണ് ജ്ഞാനവും വിജ്ഞാനവും. ജ്ഞാനം കേവലം ബൗദ്ധികമാണ്. ഇംഗ്ലീഷിൽ പറയാം ഇൻ്റലക്ച്വൽ എന്ന് പറയില്ലേ. ബൗദ്ധികമാണ് അറിവ്. അറിവും അനുഭവവും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവ് നമ്മളിൽ നിന്ന് അന്യമാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നല്ല ഒരു ഭക്ഷണ സാധനം പായസം കൊണ്ടുവച്ച് നിൽക്കുക. ഈ പായസത്തിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ട്, പക്ഷെ അത് അനുഭവമല്ല. അറിവ് എപ്പോഴും എന്നിൽ നിന്ന് അന്യമായ വസ്തുവിനെക്കുറിച്ച് അറിവുണ്ടാവുള്ളൂ. അത് നമ്മളെ വായിൽ വെച്ചാലോ നാക്കിൽ വെച്ചാലോ അത് അനുഭവമായി അല്ലേ. അപ്പോൾ ആ പായസവും ഞാൻ രണ്ടായി ഒന്നായി. അപ്പോഴാണ് നമുക്ക് അനുഭവം വരിക. അപ്പോൾ അറിവ് അകന്നു നിൽക്കുമ്പോൾ അന്യമാണ്. അനുഭവത്തിൽ വരുമ്പോഴാണ് ഭരതനാവുക. ശരിക്കും അദ്ദേഹം പരമജ്ഞാനിയായിട്ടുള്ള അനുഭവസ്ഥനായിട്ടുള്ളൊരു ഗുരുനാഥനാണ് ഈ ഭരതൻ. അപ്പം ആ ഭരതനെ പോലെ ഒരു ഗുരുനാഥന് മാത്രമേ രഘുഗണനെ പോലെ ഒരു അല്പജ്ഞാനി ഉപദേശിക്കാൻ പറ്റൂ. അല്പജ്ഞാനികൾക്ക് ഒരു ചിന്താക്കുഴപ്പമാണ് ഉണ്ടാവുക. ഏതാണ് ശരി? അർത്ഥജ്ഞാനി എന്ന് പറയും. പകുതി അറിവ്, മുഴുവൻ അറിവില്ല. ഇപ്പോൾ മുഴുവൻ അറിവുള്ള ഒരാൾക്ക് മാത്രമേ പകുതി അറിവുള്ള ആളെ കരകയറ്റാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇനി വേറൊരു പ്രത്യേകത, ഈ അറിവ് സമ്പാദിക്കണമെങ്കിൽ ഒരു യോഗ്യത വേണം. യോഗ്യതയില്ലാത്തവരോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ രഘുഗണന് കുറച്ച് യോഗ്യതയുണ്ട്. അതാണ് ഉപാസിത വൃദ്ധോപി എന്ന് രഘുഗണനെ കുറിച്ച് പറയും. അദ്ദേഹം കുറച്ച് അറിവ് സമ്പാദിച്ചിട്ടുള്ള ആളാണ്, പക്ഷേ അനുഭവജ്ഞാനം വന്നിട്ടില്ല. അപ്പം അനുഭവജ്ഞാനമുള്ള ഒരു ഗുരുനാഥന് മാത്രമേ നമ്മളിൽ അറിവിനെ ഉണർത്താൻ പറ്റൂ. അതാണ് ഭരതൻ. ആത്മാ ആനന്ദത്തിൽ രതിയുള്ളവൻ, ആത്മാനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് അത് പകർന്നു തരാൻ പറ്റൂ. അപ്പോൾ ഈ രഘുഗണൻ ആരാ? ഉപാസിതവൃദ്ധനാണ്. സിന്ധു സൗകര്യത്തിൽ രാജാവാണ്. അദ്ദേഹം പല്ലക്കൽ കയറി ഗുരുവിനെ കാണാൻ പോവുക. അറിവില്ലാത്ത ആളല്ല, അദ്ദേഹം കുറച്ച് അറിവൊക്കെ ഉണ്ട്. അത് തന്നെ ഒരു ചെറിയ കുഴപ്പമുണ്ട് അവിടെ. ഈ ദേവാലയങ്ങളിൽ പോകുമ്പോൾ ഗുരുവിനെ കാണാൻ പോകുമ്പോഴൊക്കെ നടന്നു പോകണമെന്നാണ് നിയമം. അങ്ങനെയുണ്ട്. അതുകൊണ്ട് രുക്മിണി ദേവി കുലദേവതാക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ പദ്ഭ്യാം വിനര്യവും ദൃഷ്ടും ഭവാന്യാപാദവല്ലവം നടന്നു പോയിന്ന. അപ്പോൾ ഗുരുനാഥനെ കാണാൻ പോകുമ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നടന്നു പോകണമെന്നാണ് ഒരു സമ്പ്രദായം. അതിന് പഴയ കാലത്തൊക്കെ ആളുകൾ ശബരിമലയ്ക്കൊക്കെ നടന്നു പോകും അല്ലേ. അപ്പോൾ നടന്നു പോകണമെന്നാണ്. അപ്പോൾ ഇദ്ദേഹം പല്ലക്കിലാണ്, രാജാവായതുകൊണ്ട് പല്ലക്കിലാണ് യാത്ര. പല്ലക്ക് ചുമക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ യാത്രയുടെ ഇടയ്ക്കാണ് അതിലൊരാൾക്ക് നടക്കാൻ വയ്യാതായി. പെട്ടെന്നൊരാളെ വേണം. നോക്കുമ്പോഴാണ് നല്ല തടിച്ച് കൂറ്റനായിട്ടൊരാളിരിക്കണം, നല്ല ആരോഗ്യമുള്ള ആൾ. അദ്ദേഹത്തിനാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അനുസരിച്ചോളും. അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഒരു വിധേയത്വം ഇല്ല, അതേസമയത്ത് ആരോടും പ്രത്യേകിച്ച് ഒരു അനുകമ്പയില്ല, ഒന്നുമില്ല. ഒരു നിർവികാര ഭാവമാണ്. അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു, വന്നു. എന്താണെന്നൊന്നും ചോദ്യമില്ല. വിളിച്ചപ്പോൾ വന്നു. വിളിച്ചു വന്ന് പല്ലക്കിൻ്റെ ഒരു തണ്ട് തോളത്ത് വെച്ച് കൊടുത്തു. നടക്കാൻ പറഞ്ഞു, നടന്നു. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഇതിനു മുമ്പ് നമ്മളൊരു കഥ കണ്ടില്ലേ, അദ്ദേഹത്തിനെ കിളികളെ നോക്കാനെടുത്തില്ലേ പാടത്ത് ഈ ധാന്യങ്ങളൊക്കെ കിളികൾ വന്ന് കൊത്തി തിന്നും. അപ്പോൾ ഇദ്ദേഹത്തിനെ പിടിച്ച് പാടത്തിൻ്റെ വക്കത്തൊരു മാടം കെട്ടി അതിൻ്റെ മുകളിലൊരു വാളൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി കിളികളെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പറഞ്ഞ ജോലി അദ്ദേഹം ചെയ്തില്ലേ. എന്താ? കിളികളെ നോക്കുക. അപ്പോൾ നോക്കാൻ പറഞ്ഞു, നോക്കി. അപ്പം അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. അപ്പം അദ്ദേഹത്തിനോട് പല്ലക്ക് നോക്കാൻ പറഞ്ഞു, ചുമന്നു. അദ്ദേഹത്തിനൊന്നും അറിയില്ല. പല്ലക്കിൻ്റെ ഒരു തണ്ട് തോളത്ത് വെച്ച് നടക്കാൻ പറഞ്ഞു, നടന്നു. പക്ഷേ ഈ പല്ലക്ക് ചുമക്കുന്ന ആളുകൾക്ക് അമാലന്മാരെന്ന് പറയും.
അമാലന്മാരെന്നൊരു പഴയ കാലത്ത് അതിനൊരു പരിശീലനമൊക്കെ വേണം. കാരണം ഈ പല്ലക്കിലിരിക്കുന്ന ആൾക്ക് സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ 4 പേരും ഒരേപോലെ നടക്കണ്ടേ, ഒരു താളത്തിൽ നടക്കണ്ടേ. അപ്പോൾ ഈ പല്ലക്ക് നോക്കുന്ന ഭരതനെ സംബന്ധിച്ച് ഈ താളമൊന്നും പ്രശ്നമല്ലല്ലോ. എല്ലാവരും താളത്തിൽ നടക്കുമ്പോൾ അദ്ദേഹം അവതാളത്തിൽ നടക്കും അല്ലേ. കാരണം ഈ യോഗിമാരൊക്കെ നടക്കുമ്പോൾ അങ്ങനെ നിയമമുണ്ട്, ദൃഷ്ടിഭൂതൻ ന്യസേത് പാദം എന്നാണ്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദൃഷ്ടിഭൂതം നോക്കിയിട്ടേ കാല് വയ്ക്കാവുന്നതാണ്. വസ്ത്രഭൂതം പിബേ ജലം, സത്യഭൂതം വജേത് വാചം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ യോഗിമാർക്ക് അങ്ങനെ ചില നിയമമുണ്ട്. അപ്പോൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും സൂക്ഷിച്ചേ വയ്ക്കുള്ളൂ, വല്ല പ്രാണികളൊക്കെ അതിൻ്റെ പെട്ട് മരിക്കാതിരിക്കണ്ടേ. അപ്പോൾ എല്ലാ 3 പേര് അല്ലെങ്കിൽ പല്ലയ്ക്ക് നോക്കുന്ന മറ്റുള്ള ആളിലൊക്കെ താളത്തിൽ നടക്കും, ഇദ്ദേഹം താളത്തിൽ നടക്കും. അപ്പോൾ രാജാവിൻ്റെ തലേന്നിങ്ങനെ പല്ലക്കും അടിക്കാൻ തുടങ്ങി, ടേട്ടേന്ന് അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് രാജാവ് ചോദിച്ചത്, ഇതാരായി തോന്നിയ ദിവസം കാണിക്കുന്നത്, ഞാൻ രാജാവാണെന്ന് അറിഞ്ഞൂടെ. രാജാവിന് കുറച്ച് ദേഷ്യം വന്നു. അപ്പോൾ മറ്റുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങളല്ല തമ്പുരാനെ കുഴപ്പക്കാരൻ, പുതിയൊരാൾ വന്നിട്ടുണ്ട്, അയാളാണ് കുഴപ്പക്കാരനായി. രാജാവ് ഈ ഭാഗത്ത് തലയിട്ട് നോക്കുമ്പോഴാണ് നല്ല തടിച്ചു കൂറ്റനായിട്ടൊരാൾ, നല്ല ആരോഗ്യമുള്ള ആളാണ്. രാജാവിന് പുച്ഛം തോന്നി. പിന്നെ അദ്ദേഹം പറയുന്ന വാക്കൊക്കെ പുച്ഛത്തിലാണ്. എന്താ, ആളെ കണ്ടാൽ വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, തടിച്ച ആളെ നോക്കിയിട്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാലോ പരിഹാസമല്ലേ. പരിഹാസ രൂപത്തിലാണ് പറയും, അഹോ കഷ്ടം ഭ്രാത വ്യക്തം ഉരുശ്രമ, വല്ലാണ്ട് കഷ്ടപ്പെട്ടുണ്ടല്ലോ. ദീർഘം അധ്വാനമേക ഏവ ഊഹിവാൻ സുചിരം നാദിപീവ എന്ന സംഹനനാങ്കോ ജരസ ശോഭദ്രുതോ, വല്ലാണ്ട് വയസ്സായിട്ടുണ്ടല്ലോ, നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. പുച്ഛത്തിൽ പറയാണ് രാജാവ്. ഇതൊക്കെ ഭരതൻ കേൾക്കണ്ടേ, പക്ഷെ അദ്ദേഹം അത് കേട്ടമട്ടേയില്ല. അദ്ദേഹമാണെങ്കിലോ ബ്രഹ്മഭൂത തൂഷ്ണീം ശീകമാം പൂർവ്വതുവാഹ, ബ്രഹ്മഭൂതനായിട്ടുള്ള അദ്ദേഹം പൂർവ്വത് പഴയ പോലെ ശീഷ്ണീം തൂഷ്ണീം ശിബികാം, 6ാമത്തെ ശ്ലോകത്തിൽ തൂഷ്ണീച്ചാൽ ഒന്നും മിണ്ടാതെ, അദ്ദേഹം ഒന്നും മിണ്ടില്ല. രാജാവ് ഇങ്ങനെ ചുണ്ടിയെടുത്ത് പലതും പറയുന്നുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ഭാവമാറ്റമില്ല. അത് കണ്ടപ്പോൾ രാജാവിന് ദേഷ്യം കൂടി. ഇപ്പം നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ യാതൊരു പ്രതികരണം ഇല്ലാതെ വരുമ്പോൾ പറയുന്ന ആൾക്ക് ദേഷ്യം കൂടുക. പൂർവ്വതുപാഹ, പഴയ പോലെ ശിവി ഇങ്ങനെ പലക്കെ വന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്ക് രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞ്, ഞാൻ രാജാവാണെന്ന് അറിഞ്ഞൂടെ, എന്നോട് കളിച്ചാൽ നല്ല ശിക്ഷ കിട്ടും. ചികിത്സാം ദണ്ഡവാണിരുവ ജനതായ യഥാ പ്രകൃതിം സ്വാം ഭജിഷ്യതൈതി, എന്നോട് കളിച്ചാൽ നല്ല ശിക്ഷ കിട്ടും, ഇനി മേലാൽ ഇങ്ങനെ പെരുമാറാത്ത വിധത്തിൽ ഞാൻ ശിക്ഷിക്കുന്നൊക്കെ രാജാവ് കുറച്ച് ദേഷ്യപ്പെട്ട് പറയാൻ തുടങ്ങി. രാജാവിൻ്റെ വാക്കൊക്കെ ഏവം ബഹു അബദ്ധമഭിഭാഷമാണം. എന്താ ബഹു അബദ്ധമഭി എന്ന് പറയാൻ കാരണം, ഈ പറഞ്ഞതൊക്കെ ശരീരത്തിനെ കുറിച്ചാണ് ഈ പറയുന്നതൊക്കെ. ആത്മസ്വരൂപനായിട്ടുള്ള ഭരതന് ഇതൊന്നും ബാധകമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിചാരം ഇത് സാധാരണ മനുഷ്യനാണെന്നുള്ള മട്ടിലാണല്ലോ. ഭരതനാരാ? ബ്രഹ്മഭൂത സർവഭൂതഹൃതാത്മാ യോഗേശ്വരചര്യായാം ജ്ഞാതി ഉൽപ്പന്നമതിം സ്മയമാനൈവ വിഗതസ്മയിതമാഹ. ഈ വാക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭരതൻ പതുക്കൊന്ന് തലപൊക്കി നോക്കി. അന്ന് വരെ സംസാരിക്കാത്ത ഭരതൻ അന്നാണത്ര ആദ്യമായിട്ട് സംസാരിച്ചത്. അതുവരെ ഭരതൻ ആരോടും സംസാരിച്ചിട്ടില്ല. അതെന്താ സംസാരിക്കാതിരുന്നത്? ഭരതന് തൻ്റെ പൂർവാനുഭവം കൊണ്ടാണ്. ഒരു മാനിനെ സ്നേഹിച്ചതുകൊണ്ട് ഒരു മാനായിട്ട് ജനിക്കേണ്ടി വന്നില്ലേ അല്ലേ? അപ്പോൾ ബന്ധങ്ങളൊക്കെ ജന്മത്തിന് കാരണമാവും. ബന്ധം എവിടുന്നാണ് തുടങ്ങുക? സംഭാഷണം, വർത്തമാനത്തിൽ നിന്നാണ് ബന്ധം തുടങ്ങുക അല്ലേ? സംബന്ധം ആഭാഷണ പൂർവ്വമാഹു എന്ന് കാളിദാസൻ ഒരു സ്ഥലത്ത് പറയും. വർത്തമാനത്തിൽ നിന്നാണ് ബന്ധം തുടങ്ങുക അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ബന്ധങ്ങളൊക്കെ തുടങ്ങുക? ആദ്യം കാണുമ്പോൾ മാത്രം ശ്രദ്ധിക്കില്ല. പതിവായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഒരാളെ കണ്ടു, പരിചയമില്ലാത്ത ഒരാളെ ആദ്യം കാണുമ്പോൾ മാത്രം ശ്രദ്ധിക്കില്ല. 2 ദിവസം കഴിയുമ്പോഴോ പതുക്കൊരു ചിരി വന്നു തുടങ്ങും അല്ലേ? 2 ദിവസം കഴിയുമ്പോൾ ചിരി വലുതാവും. 2-3 ദിവസം കഴിയുമ്പോൾ ചിരി വർത്തമാനമായിട്ട് മാറും. അങ്ങനെ ബന്ധങ്ങൾ തുടങ്ങും. പിന്നെ അയാളുടെ പ്രാരാബ്ധമൊക്കെ നമ്മുടെ പ്രാരാബ്ധമായി, നമ്മുടെ പ്രാരാബ്ധമൊക്കെ അയാളുടെ പ്രാരാബ്ധമായി. അപ്പോൾ വർത്തമാനത്തിൽ നിന്നാണ് ബന്ധം തുടങ്ങുക. അതുകൊണ്ട് ഭരതൻ ഒരാളോടും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ രഘുഗണനോട് എന്തേ സംസാരിക്കാൻ കാരണം? അതാലോചിച്ച് നോക്കുക. അതിന് ഭക്തന്മാർ പറയാറ്, ഈ രഘുഗണൻ ആരാ? കഴിഞ്ഞ ജന്മത്തിൽ ഭരതൻ എടുത്തു വളർത്തിയ മാൻകുട്ടിയാണത്രേ. അപ്പോൾ മാൻകുട്ടി മനുഷ്യനെ വിചാരിച്ച് മരിച്ചുകൊണ്ട് മനുഷ്യനായിട്ട് ജനിച്ചതാണ്. ഭരതൻ മാനിനെ വിചാരിച്ച് മരിച്ചുകൊണ്ട് മാനായിട്ട് ജനിച്ചില്ലേ? തൻ്റെ ആ പഴയ വാത്സല്യം തോന്നിയിട്ടായിരിക്കണം ഭരതൻ ആദ്യമായിട്ട് സംസാരിക്കുക. അതുവരെ സംസാരിക്കാത്ത ഭരതൻ അന്ന് ആദ്യമായിട്ട് സംസാരിച്ചു. അതാണ് 9ാമത്തെ ശ്ലോകം മുതൽ ഒരു 5 ശ്ലോകമാണ്. 13ാമത്തെ ശ്ലോകം വരെ ഭരതൻ്റെ വാക്കുകളാണ്. ത്വയോദിതം വ്യക്തം അവിപ്രലബ്ധം ഭർത്തുസമേസ്യാദ്യതി വീരഭാര ഗന്ധുര്യതി സ്യാദ് അധിഗമ്യമധ്വ
പീവേതിരാശോ നവിതം പ്രവാദ ത്വയോദിതം വ്യക്തമവിപ്രലബ്ധം. അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിപ്രലബ്ധം. അങ്ങ് പറഞ്ഞ പരിഹാസമല്ല എന്ന്. ശരിക്കും പരിഹാസമല്ലേ പറഞ്ഞത് അല്ലേ? തടിച്ച ആളെ നോക്കിയിട്ട് മെലിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വന്ന ആളെക്കുറിച്ച് കുറേ ദൂരം സഞ്ചരിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞ പരിഹാസമല്ലേ? പക്ഷെ അത് പരിഹാസമല്ല എന്ന് പറയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവിപ്രലബ്ധം, പരിഹാസമല്ല. കാരണം ഈ പറഞ്ഞതൊക്കെ സ്ഥൗല്യം കാർശ്യം വ്യാധ ആധയശ്ച ക്ഷുത്രുഭയം കലിരിച്ഛാജരാജ നിദ്രാരതിർമന്യുരഹം ശുവ അഹമ്മദശുജോ ദേഹേന ജാതസിഹിമേന സന്ധി. അങ്ങേ പറഞ്ഞല്ലോ, തടിക്കുക, മെലിയ, ക്ഷീണിക്കുക, ഇതൊക്കെ ആരെ ബാധിക്കുന്നതാ? നമ്മേ, എന്നെ ബാധിക്കുന്നതല്ലാന്ന്. പിന്നെ ആരെ ബാധിക്കും? എൻ്റെ ശരീരത്തിനെ ബാധിക്കുന്നതാ. ഇത് സാധാരണ നമുക്ക് പറയാൻ പറ്റുമോ? എന്താ, നമ്മൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഉടനെ ശരീരബോധമല്ലേ നമ്മുടെ മനസ്സിൽ വരിക? ഞാൻ ആരാന്ന് പറഞ്ഞാൽ ഉടനെ ശരീരബോധമാണ് വരിക. ശരീരബോധം വിട്ടൊരാൾക്ക് ഈ വാക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മേ, ഞാൻ ശരീരമല്ല. യഥാർത്ഥത്തിൽ ഞാൻ ശരീരമാണോ? ആലോചിച്ചാൽ ഞാൻ ശരീരമല്ല. ഞാൻ ശരീരവുമല്ല, എൻ്റെ ശരീരവുമല്ല. ശരീരം ഞാനല്ല, ശരീരം എൻ്റേതുമല്ല. മനസ്സ് ഞാനല്ല, മനസ്സ് എൻ്റേതല്ല. ബുദ്ധി ഞാനല്ല, ബുദ്ധി എൻ്റേതല്ല. പക്ഷേ ശരീരം ഞാനാണ് എന്നാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷേ ശരീരബോധം വിട്ട ഒരാൾക്ക് ഇത് പറയാൻ പറ്റൂ. സ്ഥൗല്യം കാർശ്യം വ്യാധ ആധയശ്ച, ശരീരം തടിക്കുക, മെലിയ, വ്യാധി, ആധി, അതാണ് വ്യാധ ആധയശ്ച. രണ്ടും പറഞ്ഞു അവിടെ. വ്യാധ എന്ന് മാത്രമല്ല, ആധയശ്ച എന്നും പറഞ്ഞു. എന്താ വ്യത്യാസം? വ്യാധി ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളാണ്, ആധി മനസ്സിനുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പം മനസ്സും ഞാനല്ല, ശരീരവും ഞാനല്ല. വ്യാധ ആധയശ്ച ക്ഷുത്രുഭയം കലിരിച്ഛ ജരാജ, വിശപ്പ്, ദാഹം, വികാരങ്ങൾ, ഇതൊന്നും, അതായത് രദ്ര, നിദ്ര, രതി, മഞ്ഞു, ഇതൊന്നും ഞാനല്ല. കാരണം ഇതൊക്കെ എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ധർമ്മങ്ങളാണ്. ഈ ഒരു അകൽച്ച വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭരതൻ എന്ന് പറയുക. ഏത്? ശരീരത്തിലിരിക്കുമ്പോഴും ശരീരം ഞാനല്ല എന്നുള്ള ബോധത്തോടുകൂടി ശരീരത്തിലിരുന്ന് പ്രവർത്തിക്കുക. ഇത് ഋഷഭനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഋഷഭൻ അതിൽ ഉറച്ചു. പക്ഷെ ഭരതന് ചെറിയൊരു യോഗഭ്രംശത വന്നില്ലേ? ഇല്ലേ? ഋഷഭൻ തൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്പം പോലും വ്യതിചലിച്ചിട്ടില്ല. പക്ഷെ ഭരതന് ശരിക്കും പറഞ്ഞാൽ ഒരു യോഗഭ്രഷ്ടനാണ് ഭരതൻ. ഒരു മാനിനെ കണ്ടപ്പോൾ വ്യതിചലിച്ചു പോയില്ലേ? അപ്പോൾ ഇപ്പോൾ അത് ഉറച്ചു, പരീക്ഷണം കൊണ്ട് ഉറച്ചു. ഇതൊന്നും ഞാനല്ല, ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, ഈ വികാരങ്ങളൊന്നും ഞാനല്ല. പിന്നെ ഞാനാരാ? ഞാനിതിനെയൊക്കെ കാണുന്ന സാക്ഷി മാത്രമാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളോ എൻ്റെ മനസ്സിനുണ്ടാകുന്ന വികാരങ്ങളോ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല. പിന്നെ ജീവൻ മൃതത്വം നിയമേന രാജൻ ആദ്യന്തവദ്യൽ വികൃതസ്യ ദൃഷ്ടം. ജനനം, മരണം, ഇതൊക്കെ കാണപ്പെടുന്നതാണ്. എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ്, ഞാനിതൊന്നും അല്ല. അത് മാത്രമല്ല, വിശേഷബുദ്ധിർ വിവരം മനാക്ഷ പശ്യാമയെന്ന വ്യവഹാരതോന്യൽ ഈശ്വരസ്തത്ര കിമീഷിതവ്യം തഥാവിരാജൻ കരവാമകിം തേ. പിന്നെ ആരാണ് ഭൃത്യൻ? അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ യജമാനാണ്, ശിക്ഷിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. ആരാ ഭൃത്യൻ, ആരാ യജമാനൻ? ശരിയാണ്, അങ്ങ് യജമാനൻ, ഞാൻ ഭൃത്യനാണ്. പക്ഷെ അത് എൻ്റെ ശരീരത്തിന് മാത്രം ധർമ്മമല്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ആജ്ഞ അനുസരിച്ചോളാം. പിന്നെ ഉന്മത്തമത്ത ജഡബൽ സ്വസംസ്ഥാം ഗതസ്യമേ വീര ചികിത്സിതേന. പിന്നെ അങ്ങ് ചോദിച്ചു, ഇയാളെ കണ്ടിട്ട് ഭ്രാന്തനാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഭ്രാന്തന്മാരെ അല്ലെങ്കിൽ ശിക്ഷിക്കാറുണ്ടോ? ഭ്രാന്തനാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു, അങ്ങ് തന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അത് ശരിയായോ? നമുക്ക് ആ ചോദ്യങ്ങൾ അങ്ങനെ കുറുക്കി കൊള്ളുകയാണ്. രഘുഗണനാകെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ എന്താ അത്ഭുതപ്പെടുക. ഇങ്ങനൊരു ചുമട്ടുകാരൻ സംസാരിക്കുമോ? ചുമട്ടുകാരൻ സാധാരണ ഒരു പ്രാകൃതനായിട്ടുള്ള മനുഷ്യൻ എന്നാണല്ലോ രഘുഗണൻ്റെ ധാരണ. പക്ഷേ വർത്തമാനം കേട്ടപ്പോൾ രഘുഗണന് തോന്നി ഇതൊരു സാധാരണ ചുമട്ടുകാരനല്ലല്ലോ. സാധാരണ ചുമട്ടുകാരൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? അതാണ് അടുത്ത ശ്ലോകത്തിൽ. ഏതാവത് അനുവാദ പരിഭാഷയാ പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരദാനാത്മ്യനിമിത്ത ഉപഭോഗേന കർമാരബ്ധം വ്യപനികൻ രാജയാനമപി തഥോവാഹ. ഇതൊക്കെ രാജാവിൻ്റെ ഈ വാക്കിനെ മുഴുവൻ ന്യായീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാജാവിൻ്റെ പരിഹാസങ്ങൾ മുഴുവൻ ന്യായീകരിക്കുന്ന രീതിയിൽ ഇത് പറഞ്ഞു ഭരതൻ. അപ്പോഴാണ് പഴയ പോലെ പല്ലക്കും വഹിക്കുന്നുണ്ട്. ഈ പറയുന്നിടയ്ക്ക് പല്ലക്ക് നോക്കണമുണ്ട്. അതെന്താ അങ്ങനെ ചെയ്യാൻ? അതാണൊരു സൂചന പറഞ്ഞു. കർമാരബ്ധം വ്യപനയൻ.
കർമാരബ്ധം ഓരോ ജീവനും അല്ലെങ്കിൽ ഓരോ ശരീരത്തിനും പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അതിപ്പോൾ ഏത് ശരീരത്തിലിരുന്നാലും ശരി, ശരീരമുണ്ടോ അതിൻ്റെ പ്രാരബ്ധം അനുഭവിച്ചേ പറ്റൂ. അതാണ് രാമായണം പറയുമ്പോൾ ഭാഗവതം പറയും, അത് ഈശ്വരാണാം കിമുത ഗ്രാമ്യസ്യ ഗൃഹചേതസാം. ഈശ്വരനാണെങ്കിൽ പോലും ഒരു ശരീരം സ്വീകരിച്ചാൽ അതിൻ്റെ പ്രാരബ്ധങ്ങൾ അനുഭവിക്കാതെ പറ്റുമോ? അല്ലേ? വലിയ വലിയ യോഗീശ്വരന്മാർക്ക് പോലും രോഗങ്ങൾ വരാറില്ലേ? അല്ലേ? നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ഇത്രയും വലിയ സന്യാസിമാർക്ക്, ഇത്ര വലിയ മഹാപുരുഷന്മാർക്ക് എങ്ങനെയൊക്കെ രോഗങ്ങൾ വരാമോ? വരും. കാരണം അത് പ്രാരബ്ധമാണ്, അത് അനുഭവിച്ചേ പറ്റൂ. ശരീരം എടുത്തു പോയോ അതിൻ്റെ പ്രാരബ്ധം അനുവദിക്കാവില്ല. അപ്പോൾ ഭരതയോഗീശ്വരന് തോന്നി തൻ്റെ പ്രാരബ്ധമാണ്. ഇതാണ് ഈ ബ്രഹ്മാവ് സ്തുതിക്കുമ്പോൾ ദശമസ്കന്ധത്തിൽ പറയും, തത്തേനുകമ്പാംശു സമീക്ഷമാണോ ഭുഞ്ചാന ഏവ ആത്മകൃതം വിപാകം ഹൃദ്വാഗ്വപുർവിധതൻ നമസ്തേ ജീവേതയോ മുക്തിപദേ സദായ ഭാഗ്. ഈശ്വരൻ തന്ന ഈ ശരീരത്തിൻ്റെ പ്രാരബ്ധം അനുഭവിച്ചേ പറ്റൂ. ഇത് പ്രാരബ്ധമാണെന്ന് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ വീണ്ടും പലക്കെ ചോന്നു. ഇത് കേട്ടപ്പോൾ രഘുഗണൻ വിവേകമുള്ള ആളാണ്. വിവേകമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി ഇത് സാധാരണ ഒരു ചുമട്ടുകാരൻ്റെ വാക്കല്ലല്ലോ, വേഗം പലക്ക് താഴെ വയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പണ്ട് അച്ഛൻ ഇട്ടുകൊടുത്ത പൂണൂലിൻ്റെ ഒരു കഷ്ണം കരിഞ്ഞ് തോളത്ത് കിടപ്പുണ്ടാവും അല്ലേ? ഉപനയനം കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ കുളിയും സന്ധ്യാവനൊന്നും ഉണ്ടായിട്ടില്ല, പൂണൂല് മാറിയിട്ടുണ്ടാവില്ലേ, അന്നിട്ട പൂണൂലായിരിക്കും ഇപ്പോഴും കിടക്കുക അല്ലേ? അപ്പോൾ ബ്രാഹ്മണനാണെന്ന് മനസ്സിലായി, പല്ലക്ക് താഴെ വയ്ക്കാൻ പറഞ്ഞു. വേഗം താഴെ ഇറങ്ങി ബഹുയോഗ ഗ്രന്ഥസമ്മതം ത്വരയ അവരുഹ്യ ശിരസ പാദമൂലം ഉപസത ക്ഷമാപയൻ വിഗത നൃപദേവസ്മയ ഉവാച. 15ാമത്തെ ശ്ലോകത്തിൽ വിഗത നിപദേവസ്മയ, രാജാവാണെന്നുള്ള അഹങ്കാരം വിട്ട് പാദമൂലം ഉപസത, ആ ഭരതയോഗീശ്വരൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ വിവേകമല്ലേ? അതാണ്, ഇങ്ങനെ വിവേകമുള്ള ഒരാൾക്ക് ജ്ഞാനം ഉപദേശിക്കാൻ പാടുള്ളൂ. വിവേകം വരണം. ഇങ്ങനൊരു നിയമം തന്നെയുണ്ട്, ഈ ചോദിക്കാത്തവരോട് ജ്ഞാനോപദേശം ചെയ്യരുതെന്നാണ്. ചോദിക്കുന്നത് എങ്ങനെയാവണം? വെറുതെ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കരുത്. ചോദിക്കുന്നതിന് നിയമമുണ്ട്. ഒന്നുകിൽ പുത്രഭാവത്തിൽ ചോദിക്കണം, അല്ലെങ്കിൽ ശിഷ്യഭാവത്തിൽ ചോദിക്കണം എന്നാണ്. ഒന്നുകിൽ പുത്രഭാവത്തിൽ അല്ലെങ്കിൽ ശിഷ്യഭാവത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് അർജുനന് ഭഗവാൻ എപ്പോഴാണ് ഗീത ഉപദേശിച്ചത്? അതുവരെ അല്ലേ, സഖേതി മത്വ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി, എടാ കൂട്ടുകാരാ, എടാ കൃഷ്ണ, അന്ന് ഞാൻ ഉപദേശിച്ചോ? പിന്നെ എപ്പോഴേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്ന, ശിഷ്യഭാവത്തിൽ ആശ്രയിച്ചപ്പോഴല്ലേ ഞാൻ ഉപദേശം ചെയ്തുള്ളൂ. അതുപോലെ കപിലവാസ്തവൻ അമ്മയ്ക്ക് ജ്ഞാനോപദേശം ചെയ്തപ്പോഴാണ് ശിഷ്യയായിട്ട് സമീപിച്ചപ്പോഴല്ലേ. അങ്ങനെ ശിഷ്യഭാവം വന്നവരോട് ഉപദേശിക്കാവുന്നതാണ്. ശാസ്ത്ര വിഷയങ്ങളൊന്നും ചോദിക്കാത്തവരോട് പറയരുത്. ചോദിക്കുന്നതന്നെ എങ്ങനെ വേണം? അതിന് നിയമമുണ്ട്. സ്വോപചാരം സവിനയം എന്നൊക്കെയാണ്. ഉപചാരത്തോടുകൂടി വിനയത്തോടുകൂടി സസ്മിതം മധുരാക്ഷരം, ഇങ്ങനെയൊക്കെ നിയമമുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാലേ പറയാവൂ. ഇപ്പോൾ രഘുഗണൻ്റെ അഹങ്കാരം മുഴുവൻ തീർന്നു. വിഗത നൃപദേവസ്മയ, താൻ രാജാവാണ് എന്നുള്ള അഹങ്കാരം വിട്ടു. പിന്നെ ഏത് ഭാവത്തിലാ? ശിഷ്യഭാവത്തിൽ. തൽ പാദമൂലമുപസത ക്ഷമാപയൻ, ആ ഗുരുനാഥനായിട്ടുള്ള ഭരതയോഗേശ്വരൻ്റെ കാൽക്കൽ നമസ്കരിച്ചു എന്നർത്ഥം. അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് ജ്ഞാനോപദേശത്തിന് അർഹതയുള്ളൂ. നമ്മൾ മലയാളത്തിൽ പണ്ട് ശൈലി പറയാറുണ്ട്, താഴ്ന്ന നിലത്തെ നീരോടൂ അല്ലേ? താഴ്ന്ന നിലത്തെ നീരോടൂ. അങ്ങനെ വിനയത്തോടുകൂടി സമീപിക്കുന്നവർക്ക് ജ്ഞാനോപദേശം ചെയ്യാവൂ. ഏതായാലും രഘുഗണന് അദ്ദേഹത്തിൻ്റെ മഹത്വം അത്ഭുതപ്പെടുത്തുക. അദ്ദേഹത്തിനെ ചോദിക്കണം, കസ്തന്നുകൂട ചരസിദ്വിജാനാം, അങ്ങ് ആരാ? ഇങ്ങനൊരു മഹാത്മാവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഞാനൊരു ഗുരുവിനെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്തേക്ക് പോവാണ്. കപിലാശ്രമത്തിലേക്കാണെന്നാണ് പറയാറ്. പക്ഷെ ഭാഗവത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ മറ്റൊരു ഗുരുവിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങ് ഏതോ ഗൂഢമായി സഞ്ചരിക്കുന്ന ഒരു മഹാത്മാവാണ്. ബിവർഷി സൂത്രം കഥമോവധൂത, അങ്ങ് സൂത്രം ധരിച്ചിട്ടുണ്ട്, പുണൂല് ധരിച്ചിട്ടുണ്ട്. അങ്ങ് ഏതോ ഒരു അവധൂതനാണെന്ന് തോന്നുന്നു. കസ്യാസി പുത്രത്തി ഇഹാസ്പികസ്മാൽ ക്ഷേമായ ഛേദസി നോതശുക്ല, അങ്ങ് ശുദ്ധസ്വരൂപിയായിട്ടുള്ള ഏതോ ഒരു മഹാത്മാവാണ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. എനിക്കിപ്പോൾ പശ്ചാത്താപം തോന്നുന്നതാണ്. ഞാൻ അങ്ങേ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ചില്ലേ? അദ്ദേഹത്തിന് കുറ്റബോധം തോന്നാണ്. കാരണം എനിക്ക് ഏറ്റവും ഭയം അങ്ങേപ്പോലുള്ള മഹാത്മാക്കളുടെ കോപത്തിനെയാണ് ഭയം. എന്താണെന്ന് വെച്ചാൽ ഇത് നേരത്തെ ഭദ്രകാളി വന്ന സമയത്ത് ഭാഗവതം പറയുന്നുണ്ട്.
മഹദ് അഭിചാരാതിക്രമ കാസ്നേന ആത്മനേ ഫലതി. മഹാന്മാരായിട്ടുള്ള ആളുകളെ അപമാനിച്ചാൽ അവരൊന്നും ചെയ്തില്ലെങ്കിലും അവരെ ദ്രോഹിക്കുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടും അല്ലേ? ഇപ്പോൾ നേരത്തെ ഒരു കഥ കണ്ടില്ലേ? ഭദ്രകാളി ദേവിയുടെ മുമ്പിൽ ഭരതനെ കൊണ്ട് നിർത്തി വെട്ടാൻ വന്ന കാപാലികന്മാർക്കല്ലേ ഫലം കിട്ടിയത് അല്ലേ? സജ്ജനങ്ങളെ ദ്രോഹിച്ചാൽ അവരൊന്നും ഇങ്ങോട്ട് ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കുന്നവർക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പന്തെടുത്തൊരു ചുമരുമിലേക്ക് എറിഞ്ഞാൽ ചുമരൊന്നും ചെയ്തില്ലെങ്കിലും പന്ത് എങ്ങടാ വരിക? ചുമരൊന്നും ചെയ്യണില്ല, പക്ഷെ പന്ത് എങ്ങോട്ട് വരും? നമ്മുടെ നേരെ വരും അല്ലേ? അതുപോലെ സജ്ജനങ്ങളെ അപമാനിച്ചാൽ അതിൻ്റെ പാപം ഉണ്ടാവും. അവരൊന്നും ചെയ്യണ്ട, അവർ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മഹാന്മാരെക്കുറിച്ച് അപവാദം പറയുക, മഹാപുരുഷന്മാരെ അപമാനിക്കുക അല്ലേ? അമൃതാനന്ദമയെ കുറ്റം പറയുക, രവിശങ്കരനെ കുറ്റം പറയുക, സത്യസായിബാബയെ കുറ്റം പറയുക അല്ലേ? ഇതൊക്കെ ഒരു പരിഷ്കാരമായിട്ട് തോന്നും. പക്ഷേ ഈ പറയുന്നവർക്ക് അതിൻ്റെ പാപം ഉണ്ടെന്നല്ലാതെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നമ്മളിപ്പോൾ കണ്ടതല്ലേ അടുത്ത കാലത്തൊക്കെ അല്ലേ? ഇപ്പം മഹാന്മാരെ അപമാനിച്ചാൽ, അതുപോലെ ഭാഗവതത്തിൽ അങ്ങനെ കഥയുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ സകരൻ്റെ കുട്ടികൾ കപിലാശ്രമത്തിൽ ചെന്ന് കുതിരയെ പിടിച്ചു കെട്ടിയത് കപില മഹർഷിയാണെന്ന് തെറ്റിദ്ധരിച്ചേ ഉള്ളൂ. അവരൊന്നും പറഞ്ഞില്ല. അവരുടെ മനസ്സിൽ തെറ്റായൊരു ചിന്ത വന്നപ്പോഴേക്കും അവരുടെ ശരീരം ഭസ്മായി പോയി എന്നാണ്. അപ്പോൾ മഹാന്മാരെ അപമാനിച്ചാൽ അവരൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അതിൻ്റെ പാപം നമ്മൾ അനുഭവിക്കണ്ടേ? അതാണ് പറഞ്ഞു, നാഹം വിശങ്കേ സുരരാജവജ്രാൽ. ഇന്ദ്രൻ്റെ വജ്രായുധത്തിന് എനിക്ക് ഭയമില്ല. അതുപോലെ ന ത്രക്ഷശൂല എന്ന യമസ്യ ദണ്ഡാൽ. മഹാദേവൻ്റെ ശൂലത്തിനെയോ യമൻ്റെ ദണ്ഡത്തിനോ എനിക്ക് ഭയമില്ല. നാഗ്നർക്ക സോമാനിലവ്യക്തവാസ്താൽ ശങ്കേ ഭൃശം ബ്രഹ്മകുലാപമാനാൽ. എനിക്ക് മറ്റൊന്നിനെയും ഭയമില്ല. ബ്രഹ്മകുലാപമാനാൽ. ബ്രാഹ്മണരെ അപമാനിക്കുന്നതാണ്, ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് കേട്ടോ, ഈ പുണുലിട്ടാളെന്നുള്ള അർത്ഥത്തിലല്ല. ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരെ അപമാനിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. മറ്റേത് പാപത്തിന് പ്രായശ്ചിത്തമുണ്ട്, ബ്രഹ്മഹത്യാ പാപത്തിന് പ്രായശ്ചിത്തില്ല എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ പറയാറുണ്ട്, ഗുരുഹത്യ, ബ്രഹ്മഹത്യ, ഗോഹത്യ, ഇതിനൊന്നും പ്രായശ്ചിത്തില്ല എന്ന് പറയും. അപ്പോൾ സജ്ജനങ്ങളെ ദ്രോഹിച്ചാൽ അറിഞ്ഞാലും അറിയാതെ ആയാലും അതിൻ്റെ പാപം. ഇവിടെ ഒരു സൂചനയുണ്ട്, ത്രക്ഷശൂല എന്ന് പറഞ്ഞൊരു സൂചന പറയാറുണ്ട്. പണ്ട് ദക്ഷനെ അപമാനിച്ച്, ദക്ഷൻ മഹാദേവനെ അപമാനിച്ചതിൻ്റെ ഫലമല്ലേ ദക്ഷൻ്റെ തല പോയത് അല്ലേ? അപ്പം അങ്ങനെ സജ്ജനങ്ങളെ ദ്രോഹിച്ചാൽ ആർക്കായാലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഏതായാലും ഞാൻ അറിയാതെ ആണെങ്കിൽ പോലും അങ്ങയെ കൊണ്ട് പലക്കും ഒപ്പിച്ചില്ലേ? അങ്ങ് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. തൽബ്രൂഹ്യസംഗോ ജഡവന്യഗൂഢ വിജ്ഞാനവീര്യോ വിചരസ്യപാര. അങ്ങ് വിജ്ഞാനവീര്യത്തോടുകൂടി ഗൂഢമായി സഞ്ചരിക്കുന്ന ഏതോ ഒരു മഹാത്മാവാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കാണെങ്കിലോ ആത്മതത്വം അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുമാണ്. അതുമായിട്ട് കൂട്ടിയല്ലോ. ഇങ്ങനെയാണ് ഈശ്വരൻ ഒരു ഗുരുവിനെ നമ്മുടെ മുമ്പിൽ എത്തിക്കുക. ഭാഗവത്തിൻ്റെ ആദ്യം നമ്മളൊരു കാഴ്ച കണ്ടു. പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം ചെയ്ത് ഗംഗാതീരത്തിരുന്ന സമയത്ത് ശ്രീശുവൻ എങ്ങനെയാണ് വന്നത്? എതിർച്ഛയാകാം അടമാനോനപേക്ഷ. യാദൃശ്ചികമായിട്ട് വന്നു എന്നല്ലേ? അപ്പോൾ യാദൃശ്ചികമായിട്ട് അങ്ങൊരു ഗുരുനാഥനായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. യാദൃശ്ചികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊക്കെ സാധാരണ യാദൃശ്ചികം എന്ന് പറഞ്ഞാൽ എന്താ? വിചാരിക്കാതെ അല്ലേ? അതിന് വേറൊരു അർത്ഥമുണ്ട്, യതിച്ഛാസ്യാൽ തതിച്ഛയ. ഭഗവാന്റെ ആഗ്രഹം, ഭഗവാന്റെ സങ്കല്പം കൊണ്ടെന്ന അർത്ഥം. അപ്പോൾ ഈശ്വരൻ തന്നെ ഒരു ഗുരുനാഥനെ എൻ്റെ മുമ്പിലേക്ക് അയച്ചതാണ്. അഹം യ യോഗേശ്വരം ആത്മതത്വവിദാം മുനീനാം പരമം ഗുരും വൈ പ്രഷ്ടും പ്രവൃത്ത കിമിഹാരണം തൽ സാക്ഷാൽ ഹരിം ജ്ഞാനകലാവതീർണം. ഞാൻ ഈ സംസാരത്തിൽ നിന്ന് കരകയറാൻ, ആത്മതത്വം അറിയാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു ശിഷ്യനാണ്. അങ്ങിപ്പോൾ എൻ്റെ മുമ്പിൽ വന്നുപെട്ടല്ലോ. സവൈഭവം ലോകനിരീക്ഷണാർത്ഥം അവ്യക്തലിംഗോ വിചരത്യഭിസിൽ. അങ്ങാണെങ്കിലോ ലോക നിരീക്ഷണാർത്ഥം അവ്യക്തലിംഗോ, ലോകത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് അവ്യക്തമായിട്ട് രൂപത്തിൽ സഞ്ചരിക്കുന്ന യോഗേശ്വരനാണ് അവിടുന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഇതൊരു പ്രത്യേക ഒരു ഭാവമാണ്. അതെന്താ? അല്ല 20ാമത്തെ ശ്ലോകത്തിലെ 2ാമത്തെ പാദം, യോഗേശ്വരാണാം ഗതി മന്ദബുദ്ധി കഥം വിചക്ഷീത ഗൃഹാനുബന്ധ. യോഗേശ്വരാണാം ഗതി, യോഗീശ്വരന്മാരുടെ പ്രവർത്തികളെ ഗൃഹാന്തബുദ്ധന്മാരെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഗൃഹത്തിൽപ്പെട്ട ആൾ, കുടുംബജീവിതത്തിലും പ്രാരാബ്ധങ്ങളിലും പെട്ട് ലൗകിക വിഷയങ്ങളിൽ ഭ്രമിക്കുന്ന ഒരാൾക്ക് മഹാന്മാരുടെ ചേഷ്ടകളെ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെപ്പോലുള്ള ആളെ മനസ്സിലാക്കാൻ എന്നെപ്പോലുള്ള ഗൃഹസ്ഥന്മാർക്ക് എങ്ങനെ സാധിക്കും? അതുകൊണ്ട് അവിടുന്ന് തന്നെ എനിക്ക് ജ്ഞാനോപദേശം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടശ്രുത കർമ്മത ആത്മതോ വൈ ഭർത്തൃഗന്ധുർഭവതശ്ചാനുമന്യേ യഥാ
തോതാനേനാദ്യഭാവാൽ. പിന്നെ അങ്ങ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് പറഞ്ഞല്ലോ ഈ പദാർത്ഥങ്ങളൊക്കെ മായയാണെന്നും ഈ പ്രപഞ്ചം സത്യമല്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. ഈ പറഞ്ഞേ ഈ സാമ്യദാസ്യ ഭാവവും ശരീരം ഞാനാണെന്നുള്ള ഭാവമൊക്കെ മായയാണെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുക. കുടം മായയാണെങ്കിൽ എങ്ങനെ കുടത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റും? കുടം മായയാണെന്ന് പറഞ്ഞാൽ കുടത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ ഈ പ്രപഞ്ചം മായയാണെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഇതൊക്കെ മായയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കർമ്മം ചെയ്യണില്ലേ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കണില്ലേ? നമ്മൾ മുമ്പിൽ കാണുന്ന ഒന്ന് സത്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഇതല്ലേ, ഇത് സാധാരണക്കാരൻ്റെ ഒരു ദൃഷ്ടിയാണ്, ഒരു ഗൃഹസ്ഥൻ്റെ ദൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കൗടുംബികൻ്റെ ദൃഷ്ടിയാണ്. ഇതൊക്കെ സത്യമാണ് എന്നാണ് അവൻ്റെ വിചാരം. സത്യമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുക, അല്ലേ? അസത്യമാണെന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ കുടം മായയാണെങ്കിൽ കുടത്തിലെങ്ങനെ വെള്ളം കൊണ്ടുവരാൻ സാധിക്കും? ആത്മസ്വരൂപനായിട്ടുള്ള അങ്ങക്കത് മനസ്സിലാവും, പക്ഷെ എന്നോട് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവില്ല. ഇപ്പം നമ്മളോട് തന്നെ ഇതൊക്കെ മായയാണെന്ന് നമ്മൾ എത്ര പ്രാവശ്യം ഇവിടെ കേട്ടു, അല്ലേ? ഈ സത്രത്തിൽ മാത്രമല്ല, എത്രയോ സത്രങ്ങളിൽ എവിടെയൊക്കെ നമ്മൾ കേട്ടു ഇതൊക്കെ മായയാണ്. പക്ഷെ വിടാൻ പറ്റുന്നുണ്ടോ? വിടാൻ പറ്റുന്നുണ്ടോ? ആലോചിച്ച് നോക്കാം. ഇതൊക്കെ മായയാണെന്ന് 100 1000 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. എന്തേ വിടാൻ പറ്റാത്തത്? അതാണ്. അങ്ങനെ വിടാൻ പറ്റണമെങ്കിൽ അനുഭവസ്ഥനായിട്ടുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെ വേണം. അപ്പോൾ അങ്ങനെപ്പോലെ ഗുരുനാഥന് മാത്രമല്ല ഇത് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. അതെന്താ അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഇത് പ്രപഞ്ചം സത്യമല്ല എന്ന് നമ്മളോട് എത്ര പറഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടില്ല. പ്രപഞ്ചം സത്യമല്ല, മായയാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം എന്താ വേണ്ടതെന്നറിയോ? ബ്രഹ്മം സത്യമാണെന്ന് ബോധ്യപ്പെടണം. ബ്രഹ്മം മാത്രമാണ് സത്യം എന്ന് ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറയുമ്പോൾ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ്. തിരിച്ചല്ല. ഏത്? ജഗത് മിഥ്യ ബ്രഹ്മസത്യം എന്നല്ല. മനസ്സിലായ വ്യത്യാസം? ജഗത് മിഥ്യ ബ്രഹ്മസത്യം എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. കാരണം ജഗത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതൊക്കെ മിഥ്യയാണെന്ന് എത്ര പറഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് നമുക്കത് ബോധ്യപ്പെടാത്തത്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ബോധ്യപ്പെടും? അപ്പോൾ അത് മിഥ്യയാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം എന്ത് വേണമെന്നറിയോ? സത്യത്തിനെ അറിയണം. സത്യം അറിഞ്ഞ ഒരാൾക്ക് ഇത് മിഥ്യയാണെന്ന് ബോധ്യപ്പെടുള്ളൂ. നമ്മൾ സാധാരണ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം ഉണ്ടല്ലോ, രജ്ജു സർപ്പ ന്യായം എന്ന് പറയും. കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കുന്ന ഒരാൾ, അല്ലേ? കയറ് കണ്ട് പാമ്പാണെന്ന് വിചാരിച്ച് വീണ് കയ്യും കാലും ഒടിഞ്ഞു കിടക്കുന്ന ഒരാളോട് നിങ്ങൾ കണ്ടത് കയറാണ് പാമ്പല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബോധ്യപ്പെടുമോ? കയറല്ല പാമ്പാന്ന് പറഞ്ഞാൽ അത് പാമ്പല്ല വെറും കയറായിരുന്നു എന്ന് എത്ര നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാലും അത് കയറാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടില്ല. കാരണം അയാളുടെ കൈ ഒടിഞ്ഞു കിടക്കുക, അല്ലേ? അയാൾ പറയും പാമ്പാണെന്നുള്ളതിന് എല്ലാ തെളിവുണ്ട്. പാമ്പാണെന്നുള്ളതിൻ്റെ തൻ്റെ എന്താ തെളിവ്? എൻ്റെ കൈ ഒടിഞ്ഞില്ലേ? അയാളെ സംബന്ധിച്ച് പാമ്പാണെന്നൊക്കെ പരിപൂർണ ബോധ്യമുണ്ട്. പക്ഷെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് കയറൊന്ന് കാണിച്ചു കൊടുത്താലോ? കയറ് കാണുമ്പോഴേ അത് പാമ്പല്ല എന്ന് ശരിയായ ബോധം മനസ്സിൽ വരും. ഇതാണിപ്പോൾ നമ്മുടെ അവസ്ഥ. നമ്മൾ പാമ്പാണെന്ന് വിചാരിച്ച് ഓടി കൈയും കാലും ഒടിഞ്ഞു കിടക്കണ ആളല്ല, അല്ലേ? നമ്മളോട് ഇത് പാമ്പല്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? അപ്പോൾ ജഗത്ത് മിഥ്യയാണെന്ന് ആദ്യം പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടില്ല. അപ്പം ആദ്യം എന്ത് വേണം? ബ്രഹ്മം സത്യമാണെന്നുള്ള ബോധം ഉറയ്ക്കണം. ആ ബ്രഹ്മം സത്യമാണെന്ന് ബോധം ഉറച്ചെങ്കിൽ മാത്രമേ എത്ര നമ്മളെ പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഈ മായയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അല്ലാത്തടത്തോളം കാലം അത് ബോധ്യപ്പെടില്ല. ഇപ്പോൾ രഘുവണ്ണനെ സംബന്ധിച്ചിടത്തോളം ആ ബോധ്യം ഇപ്പോഴും ഉറച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം. കുടം മായയാണെങ്കിൽ കുടത്തിൽ എങ്ങനെ വെള്ളം കൊണ്ടുവരാന്ന്? ഇതിന് കുടം മായയാണെങ്കിൽ വെള്ളവും മായയാണെന്ന് ആലോചിക്കാനുള്ള വിവേകം വേണ്ടേ? അത് ആദ്യം വരില്ല. ഇതിനെ അടുത്തതിൽ കാണാം. ഏതായാലും പിന്നെ അദ്ദേഹം വേറൊരു ഉദാഹരണം ചോദിച്ചു. രസമുള്ള ഉദാഹരണമാണ്. സ്ഥാല്യ അഗ്നിതാവാൽ പയസോഭിതാവ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ അരിയിട്ട് പാത്രത്തിൻ്റെ ഇടയിൽ തീ കത്തിച്ചാൽ അരി വേവണില്ലേ, അല്ലേ? അവിടെ താവത തണ്ടുല ഗർഭരന്തി സ്ഥാല്യ അഗ്നിതാവാൽ പയസോഭിതാവ. പയസ് എന്നുള്ള വാക്കിന് വെള്ളെന്നും പാലെന്നും അർത്ഥമുണ്ട്. ശ്രീരസ്വാമികൾ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ രസമുണ്ട്. അദ്ദേഹം പറയും പാലെന്ന് അർത്ഥം എടുക്കണമെന്നാണ് പറഞ്ഞ്, വെള്ളം എന്നർത്ഥം പോരാ. അതെന്താ? പറയണ ആൾ രാജാവാണ്. രാജാവ് പാൽപ്പായസത്തിനെ കുറിച്ചുള്ള ചിന്തിക്കുള്ളൂ, കഞ്ഞിയെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ. അതുകൊണ്ട് പായസം എന്നുള്ളതിന് പാലെന്ന് അർത്ഥം എടുക്കണം എന്നാണ്. അപ്പോൾ പാലിൽ അരി ഇട്ടിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ അരി ഇട്ടിട്ട്
പാത്രത്തിൻ്റെ ഇടയിൽ തീ കത്തിച്ചാൽ അരി വേവണില്ലേ? ഇല്ലേ? അപ്പോൾ ശരീരത്തിനുണ്ടാകുന്ന കോട്ടങ്ങൾ ശരീരത്തിരിക്കുന്ന ആത്മാവിനെയും ബാധിക്കില്ലേ? രുഹന്റെ ചോദ്യങ്ങൾ വളരെ രസമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ മായയാണ് എന്ന് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു. മായയാണെങ്കിൽ മായയായ കുടത്തിൽ എങ്ങനെ വെള്ളം കൊണ്ടുവരാൻ പറ്റും? രണ്ടാമത്തെ ചോദ്യം എന്താ? പാത്രത്തിൽ വെള്ളം എടുത്ത് അല്ലെങ്കിൽ പാലെടുത്ത് അരിയിട്ട് പാത്രത്തിൻ്റെ അടിയിൽ തീ കത്തിച്ചാൽ അരി വേവുണ്ടല്ലോ എന്ന പോലെ ശരീരത്തിനുണ്ടാകുന്ന കോട്ടങ്ങളൊക്കെ ആത്മാവിനെയും ബാധിക്കില്ലേ? കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നല്ലേ? അല്ലേ? കേൾക്കുമ്പോൾ നമുക്ക് ശരിയാന്ന് തോന്നും. ഇതാണ് ഈ അർത്ഥവ്യാദത്തിന് ഈ വ്യാപാരം അല്ലെങ്കിൽ ഈ ചിന്ത പതറിപ്പോയാലത്തെ കുഴപ്പം അതാ. അതിനെ ചാർവാക സിദ്ധാന്തം എന്നൊക്കെ പറയും. കേൾക്കുമ്പോൾ നമുക്ക് രസാന്ന് തോന്നും. പിന്നെ ശാസ്താഭിഗോപുതാ നിപതി പ്രജാനാം യക്കിങ്കരോ വൈന വിനഷ്ടിപിഷ്ടം. ഞാൻ ശാസ്താവാണ്, രാജാവാണ്. രാജാവിൻ്റെ ചുമതലയാണ് കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? ഞാൻ രാജാവ് ആയിരിക്കുന്നിടത്തോളം കാലം കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അപ്പം ഞാൻ ശിക്ഷിക്കുന്നത് പിനഷ്ടിപിഷ്ടം, ചവച്ചതുപോലെ. അതെന്താ? ഭ്രാന്തന്മാരെ ആരെങ്കിലും ശിക്ഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഭ്രാന്തന്മാരെ ശിക്ഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അത് പിനഷ്ടിപിഷ്ടം എന്ന് വെച്ചാൽ ചവച്ചത് വീണ്ടും ചവയ്ക്കുക എന്നർത്ഥം. അപ്പം എൻ്റെ ചുമതലയല്ലേ കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നുള്ളത്, രാജാവിൻ്റെ കർത്തവ്യമാണ്. അപ്പം അങ്ങ് ചോദിച്ചു ശരിയാ. സ്വധർമ്മം ആരാധനം അച്യുതസ്യ, അതെൻ്റെ ധർമ്മമല്ലേ? കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് എൻ്റെ ധർമ്മമല്ലേ? അപ്പം അങ്ങേ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. പിന്നെ തന്മേ ഭവാൻ നരദേവാഭിമാനം അതേന തുച്ഛീകൃത സത്തമസ്യ കൃഷിഷ്ടമൈത്രീതി സമർത്ഥബന്ധോ യഥാതരേ സാധവധ്യാനമംഹ. അങ്ങ് എൻ്റെ സംശയങ്ങളൊക്കെ മറുപടി പറഞ്ഞു തരണം. അങ്ങ് അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് രഘുഗണൻ ചോദിക്കുന്ന സന്ദർഭത്തിലാണ് ഭരതയോഗീശ്വരൻ ജ്ഞാനോപദേശം ചെയ്തത്. ഇതാണ് നമ്മുടെ ഈ പുരാണങ്ങളുടെ ഒരു സമ്പ്രദായം. സംവാദ രൂപത്തിലാണ്. അതാണ് ഇതിന് ഭരത രഘുഗണ സംവാദം. പുരാണങ്ങളൊക്കെ സംവാദ രൂപത്തിലാണ്. ഇപ്പോൾ ഭഗവത്ഗീത ശ്രീകൃഷ്ണാർജുന സംവാദേ, അല്ലേ? ഭാഗവതം ശുഖപരീക്ഷ സംവാദേ ഒക്കെ സംവാദമാണ്. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ സംവാദ രൂപത്തിൽ വരാൻ കാരണം ശിഷ്യന്മാർ ചോദിക്കുന്നതനുസരിച്ച് ഗുരു മറുപടി പറയുള്ളൂ. അറിയാൻ ആഗ്രഹമുള്ളവരുടെ പറയാവൂ. അറിയാൻ ആഗ്രഹമില്ലാത്തവരുടെ പറഞ്ഞാൽ അത് പാഴായി പോവും. അതുമാത്രമല്ല, ശിഷ്യൻ ബുദ്ധിയുള്ളവനാവണ്ടേ? ചോദിക്കുന്നവന് ബുദ്ധി വേണ്ടേ? ചോദിക്കുന്നതിന് പാകതയില്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്താ പറയുക, ഒരു കടലാസ് കഷ്ണത്തിൽ തീക്കനലെടുത്താൽ എങ്ങനെ ഇരിക്കും? കടലാസ് കഷ്ണത്തിൽ തീക്കനലെടുത്താൽ നിൽക്കുമോ? അപ്പോൾ തീക്കനലെടുക്കണമെങ്കിൽ അതിന് പറ്റിയ പാത്രം വേണ്ടേ? ഇപ്പം ജ്ഞാനമാകുന്ന അഗ്നിയെ ഉൾക്കൊള്ളണമെങ്കിൽ അതിന് മനസ്സിന് പാകത വരണം. അത് ശിഷ്യൻ്റെ ചോദ്യത്തിൽ നിന്നേ മനസ്സിലാവുള്ളൂ. ഇതാണ് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും. ഇപ്പം നേരത്തെ സ്വാമിജി ഉപനിഷത്തുകളെ കുറിച്ച് പറഞ്ഞില്ലേ? ഉപനിഷത്തുകളും സംവാദ രൂപത്തിലല്ലേ? എല്ലാം സംവാദ രൂപത്തിലാണ്. കാരണം ശിഷ്യൻ്റെ ചോദ്യത്തിനനുസരിച്ചിട്ടാണ് ഗുരു മറുപടി പറയുക. ഇപ്പം ഇവിടെ രഘുഗണൻ്റെ ചോദ്യങ്ങൾക്ക് ഭരതയോഗീശ്വരൻ മറുപടി പറയാൻ ആരംഭിക്കുകയാണ് പിന്നത്തെ അധ്യായത്തിൽ. അവിടെയാണ് ശരിക്കും ഇതിൻ്റെ മർമ്മം. ഇപ്പം ഈ സംവാദത്തിൻ്റെ മർമ്മഭാഗം ഈ 11-ാമത്തെ അധ്യായമാണ്. ആദ്യം തന്നെ രഘുഗണൻ്റെ അഹങ്കാരത്തിന് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു. എന്താ? അഹങ്കാരം പോയാലേ ജ്ഞാനം പ്രകാശിക്കും, അഹങ്കാരം പോയാലേ അറിവ് പ്രകാശിക്കൂ. ഇവിടെ രഘുഗണൻ എന്താ ഒരു അഹങ്കാരം? ഞാൻ രാജാവാണ്, അതുപോലെ ഞാൻ കുറച്ച് അറിവുള്ള ആളാണ്, യുക്തിവാദം ചെയ്യാൻ കഴിവുള്ള ആളാണ്. ചെറിയൊരു അഹങ്കാരം ഉണ്ടല്ലോ. ആദ്യം തന്നെ പറഞ്ഞു അകോവിതക്കോ വിധവാദവാദാൻ. അങ്ങ് അറിവില്ലാത്ത ആള് അറിവുള്ള ആളെ പോലെ സംസാരിക്കുകയാണ്. അകോവിതക്കോ വിധവാദവാദാൻ വധസ്യഥോ നാദിവിധം വരിഷ്ഠ. അങ്ങീ പറഞ്ഞതൊക്കെ വരിഷ്ഠന്മാരുടെ അല്ലെങ്കിൽ ജ്ഞാനികളുടെ ഇടയിൽ ശോഭിക്കില്ല എന്ന്. അല്പജ്ഞാനികളൊക്കെ കേൾക്കുമ്പോൾ ശരിയാന്ന് പറഞ്ഞ് തലകുലുക്കും. പക്ഷെ അറിവുള്ള ആളുകൾ അങ്ങയുടെ ഈ വാദത്തിനൊന്നും അംഗീകരിക്കില്ല. അറിവുള്ള ആള് പോലെ അങ്ങ് സംസാരിക്കുന്നുവെങ്കിലും അങ്ങ് അറിവില്ലാത്ത ആളാ. ആദ്യം തന്നെ ആ രഘുഗണൻ്റെ അഹങ്കാരത്തിൻ്റെ തലയ്ക്കൊരു അടി കൊടുത്തില്ലേ? ഈ അഹങ്കാരം പോയാലേ അറിവ് പ്രകാശിക്കൂ. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് അറിവും അഹങ്കാരവും കൂടി കടന്നിരിക്കുക, അല്ലേ? ഇതാണൊരു പറയാറില്ലേ, ഈ എന്താ, വിദ്യാവിവാദായ ധനം മതായ ശക്തി പരേഷാം പരിപീഡനായ കലസ്യ സാധുർ വിപരീതമേതൽ ജ്ഞാനായ ദാനായ രക്ഷണായ. അറിവ് യോഗ്യതയുള്ളവർക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അഹങ്കാരികൾക്ക് അറിവ് കിട്ടിയാലോ വിദ്യ വിവാദായ തർക്കത്തിന് ഉപയോഗിക്കും, അല്ലേ? അതുപോലെ
ധനം മദായ, യോഗ്യന്മാർക്ക് ധനം കിട്ടിക്കഴിഞ്ഞാലോ ദാനായ, ദാനം ചെയ്യും. അഹങ്കാരികൾക്ക് ധനം കിട്ടിയാലോ, മലയാളത്തിലെ ശൈലിയില്ലേ, അല്പനർത്ഥം കിട്ടിയാൽ കൊട പിടിക്കുന്നല്ലേ. അതെ, അതേപോലെ തന്നെ ശക്തി, സജ്ജനങ്ങൾക്ക് ശക്തി കിട്ടിയാൽ അത് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഉപയോഗിക്കും. അഹങ്കാരികൾക്ക് ശക്തി കിട്ടിയാലോ മറ്റുള്ളവരെ ദ്രോഹിക്കും അല്ലേ. എന്ന പോലെ ഇപ്പോൾ രഘുഗണന് അറിവുണ്ട്. ഈ അറിവ് ജ്ഞാനസമ്പാദനത്തിനേക്കാൾ കൂടുതൽ എന്തിനാണ് ഉപയോഗിച്ചത്? വിവാദായ, തർക്കത്തിന് ഉപയോഗിച്ചില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരോട് അങ്ങനെ അടിക്കാണ്ട് പറ്റുമോ? അടിച്ചേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ആദ്യം തന്നെ ശരീരത്തിലല്ല അടിച്ചത്, ബുദ്ധിക്കൊരടി കൊടുത്തു അല്ലേ. ബുദ്ധിക്ക് ഒന്നാന്തരം അടി കൊടുത്തു. എന്താ? അകോവിത കോവിതവാദവാദാൻ. അറിവില്ലാത്ത ആൾ അറിവുള്ള ആളെ പോലെ സംസാരിക്കുന്നു എന്ന്. ഇത് കേട്ടാൽ സാധാരണക്കാർ ചിലപ്പോൾ കേമായി എന്ന് പറയും. പക്ഷേ അറിവുള്ളവരത് അംഗീകരിക്കില്ല. അറിവുള്ളവർ അതാണ് നാദിവിധം വരിഷ്ഠ ന സൂര്യോഹി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി. ഇത് അറിവുള്ള ആളുകൾ അംഗീകരിക്കുന്ന വാദമല്ല അങ്ങ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞതൊന്നും സാധാരണ അറിവുള്ള എന്താണ് ജ്ഞാനികൾക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല അങ്ങ് പറഞ്ഞത്. അതാണ് തഥൈവരാജൻ ഉരുഗാർഹമേധ വിധാന വിദ്യോത വിജൃംഭിതേഷു ന വേദവാദേഷു ഹി തത്വവാദ പ്രായണ ശുദ്ധോ എന്ന് ചകാസ്തി സാധു. പിന്നെ അങ്ങ് ഈ ലൗകികമായിട്ട് പറഞ്ഞ ഈ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലൗകികമായി വാദങ്ങളൊന്നും തന്നെ പരമമായ സത്യത്തിലേക്ക് എത്തിക്കില്ല എന്ന്. ഇപ്പോൾ ആചാര്യസ്വാമി ഒരു സ്ഥലത്ത് പറയും, ഈ എന്താ ശബ്ദജാല മഹാരണ്യം ചിത്തഭ്രമണകാരകം. ഈ വലിയ വലിയ വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടൊന്നും ഈ ആത്മതത്വത്തില്ല. കാരണം അതൊക്കെ ബുദ്ധിയുടെ വ്യാപാരങ്ങളാണ്. ബുദ്ധിയുടെ വ്യാപാരങ്ങൾ എപ്പോഴും നമ്മളെ ചിന്താകുഴപ്പത്തിലേക്ക് എത്തിക്കുള്ളൂ. ബുദ്ധി അടങ്ങുമ്പോഴേ ജ്ഞാനം പ്രകാശിക്കും. നല്ലോണം ശ്രദ്ധിക്കണം. ബുദ്ധിയും മനസ്സും അടങ്ങുമ്പോഴേ ജ്ഞാനം പ്രകാശിക്കും. ബുദ്ധിയും മനസ്സും പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്വരൂപജ്ഞാനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇപ്പം ഇതെപ്പോഴാണ് നമ്മൾ അറിയാമെന്നറിയോ? സുഷുപ്തിയിലൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നമുക്ക് പരിചയമുള്ളൊരു ഉദാഹരണം പറയാം. ഈ സുഷുപ്തിയിൽ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സഹായത്തോടു കൂടിയിട്ടാണോ? ബുദ്ധിയുടെ സഹായത്താലാണോ? ആണോ? മനസ്സിൻ്റെ സഹായം കൊണ്ടാണോ? ശരീരത്തിൻ്റെ സഹായം കൊണ്ടാണോ? ആലോചിച്ച് നോക്കൂ. എപ്പോഴാണോ ഈ ബോധം ശരീരമോ മനസ്സോ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെടുന്നത്, അപ്പോഴല്ലേ നമ്മുടെ അസ്വസ്ഥതകൾ ആരംഭിക്കുക. അപ്പോൾ നമ്മൾ ഈ കാലത്ത് അലാറം വയ്ക്കണത് എന്നുള്ള അലാറാന്നറിയോ? ദുഃഖത്തിൻ്റെ അലാറാ. ദുഃഖത്തിന് അലാറം വയ്ക്കുകയാണ് കാലത്ത്. അപ്പോൾ സുഷുപ്തിയിൽ ഈ വ്യാപാരങ്ങളൊന്നുമില്ല. ആ സമയത്ത് സ്വസ്ഥതയുണ്ട്. വേദവാദേഷു ഈ തത്വവാദ, ഈ ലൗകികാഹാരത്തിൻ്റെ പോലെ വൈദികമായ വ്യാപാരങ്ങൾ, വൈദികമായ തത്വശാസ്ത്രങ്ങളും ഒരു കണക്കിന് മിഥ്യയാണ്. നേരത്തെ സ്വാമിജി ഉപനിഷത്തിലെ വാക്യം പറഞ്ഞില്ലേ, വളരെ പ്രധാനമാണത്. ഇത് വേദങ്ങൾ പോലും ഒരു പരിധി വരെ നമ്മളെ എത്തിക്കുള്ളൂ. ആ പരിധി വരെ നമ്മുടെ ബുദ്ധിയുടെ വ്യാപാരം പോകുന്നിടത്ത് വരെ വേദങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂ. പക്ഷെ ബുദ്ധിക്ക് അപ്പുറത്തുള്ളൊരവസ്ഥയിലേക്കോ? ഇതല്ലേ മേൽപ്പത്തൂർ പറഞ്ഞത്, സാന്ദ്രാനന്ദം എങ്ങനെയാണ്? അവബോധാത്മകമാണ്. അത് അറിയേണ്ടതല്ല, അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല, അത് അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ വൈദികമായ വാദങ്ങൾ, ലൗകികമായ വാദങ്ങൾ, ഇതൊന്നും ഈ ജ്ഞാനത്തിന് സഹായമല്ല. ഇനി ന തസ്യ തത്വഗ്രഹണായ സാക്ഷാൽ വരീയ സീരപി വാചസമാസൻ. ഇനി ഈ ജ്ഞാനകാന്ഡം ഉപനിഷത്തുകളുണ്ടല്ലോ, ഉപനിഷത്തുകളും ഇന്നിപ്പോൾ നമ്മളെ സ്വാമിജി പറഞ്ഞ വിഷയവും ഈ വിഷയമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഇല്ലേ. യജ്ഞാത്വാ സർവം വിജ്ഞാതം ഭവതി എന്നല്ല ചോദ്യം വന്നത്. ഏതറിഞ്ഞാലാണോ എല്ലാത്തിനെയും അറിയുന്നത്? ആ അറിവാണ് ശരിയായ ജ്ഞാനം. മറ്റതൊക്കെ ബൗദ്ധികമായ ബുദ്ധിയുടെ വ്യാപാരങ്ങളാണ്. ഉപനിഷത്തിൽ പറയുന്ന തത്വങ്ങൾ പോലും ബുദ്ധിയുടെ വ്യാപാരമല്ലേ. ഈ ബുദ്ധിക്ക് അപ്പുറത്താണ് ആനന്ദം. ബുദ്ധിക്കും ശരീരത്തിനും മനസ്സിനും അപ്പുറത്താണ് ആനന്ദം. ഇതൊക്കെ ഒരു തലം വരെ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞു, തത്വഗ്രഹണായ സാക്ഷാൽ വരീയ സീരപി വാചസമാസൻ. ഈ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ വാദങ്ങൾ, വാക്യങ്ങൾ, ഉപനിഷത് മന്ത്രങ്ങൾ, ഈ മന്ത്രങ്ങൾ പോലും നമ്മളെ ഒരു തലം വരെ എത്തിക്കുള്ളൂ. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ അവിടെ ഭഗവാന്റെ സ്വരൂപം വർണ്ണിക്കുമ്പോൾ ആദ്യം തന്നെ എന്തേ പറഞ്ഞത്? സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാൻ നിർമുക്തം നിത്യമുക്തം നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം. ആ വാക്ക് ശ്രദ്ധിക്കണം. ഈ ഉപനിഷത്തുകളും വേദങ്ങളും അല്ലെങ്കിൽ കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും എല്ലാം നിർഭാസ്യമാനം, അതിനെ പ്രകാശിപ്പിക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ എൻ്റെ അർത്ഥം? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം.
വെളുപ്പാങ്കാലത്ത് നട തുറക്കുമ്പോൾ ശ്രീലകത്ത് ഭഗവാന്റെ വിഗ്രഹമുണ്ട്. വെളുപ്പാങ്കാലത്ത് വിഗ്രഹം നമ്മൾ കാണുന്നില്ല. വിളക്ക് കൊളുത്തുമ്പോൾ വിഗ്രഹം കാണും അല്ലേ? ഈ വിളക്ക് വിഗ്രഹത്തിനെ കാണിച്ചു തരാണോ? ആണോ? വിളക്ക് വിഗ്രഹത്തിനെ പ്രകാശിപ്പിക്കുകയാണ്. കാണേണ്ടതാരാ? വിളക്ക് കണ്ടാൽ മതിയോ? ഞാൻ കാണണം അല്ലേ? ഞാനാണ് കാണേണ്ടത്. അപ്പോൾ ഉപനിഷത്തുകൾക്കും വേദങ്ങൾക്കും മറ്റെല്ലാ കർമ്മങ്ങൾക്കും എന്തേ സാധിക്കുള്ളൂ? നിർഭാസ്യമാനം. ഇതിനെ പ്രകാശിപ്പിക്കാനേ പറ്റുള്ളൂ. കാണേണ്ടത് നമ്മളാണ്. കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായി നിന്ന പൊരുൾ ഞാൻ. ഈ പൊരുളാണ് ഇതറിയേണ്ടത്. ഈ പൊരുളിനെയാണ് അറിയേണ്ടത്. മറ്റെല്ലാം ഉപാധികൾ മാത്രമാണ്. അതാണ് തത്വഗ്രഹണായ സാക്ഷാൽ വരീയസീരവി വാച. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകൾ, ഉപനിഷത്ത് വാക്കുകൾ പോലും, അതുപോലും തത്വഗ്രഹണായ. തത്വനെ നമുക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റില്ല. അനുഭവിക്കേണ്ടത് നമ്മളാണ്. വേദം അനുഭവിച്ചാൽ മതിയോ? ഇതെയോ? വേദം അനുഭവിച്ചാൽ പോരാ. വിളക്ക് കണ്ടാൽ പോരാ. കാണേണ്ടതാരാ? ഞാനാണ്. അപ്പം അങ്ങേ പറഞ്ഞ വാദങ്ങളൊക്കെ അതെന്താ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം? ഇത് രഘുഗണൻ സ്വന്തമായിട്ട് പറഞ്ഞ വാദങ്ങളല്ല. ഇതൊക്കെ മറ്റ് പല ശാസ്ത്രങ്ങളിലും പറയുന്ന വാദങ്ങളെ രഘുഗണൻ ഇവിടുത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് എടുത്തൊന്ന് വിളമ്പി നോക്കിയതാ അല്ലേ? എനിക്കതൊക്കെ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയതാ. അപ്പം അങ്ങേ പറഞ്ഞതൊക്കെ ശരിയായിട്ടുള്ള അനുഭവ ജ്ഞാനത്തിൽ നിന്ന് വരുന്ന വാക്കുകളല്ല. അങ്ങ് പുസ്തകം പഠിച്ച് പറയുന്ന വാക്കുകളാണ്. അതൊന്നും അനുഭവസ്ഥം പറയില്ല. യാവൻ മനോ രജസാ പൗരുഷസ്യ സത്വേന വാ തമസാ വാനിരുദ്ധം. എപ്പോഴാണോ മനസ്സ് രജസാ പൗരുഷസ്യ സത്വേന വാ, യാവൻ മനോ രജസാ പൗരുഷസ്യ സത്വേന വാ തമസോ വാനിരുദ്ധം. എപ്പോഴാണോ ഈ മനസ്സ് അല്ലെങ്കിൽ ബോധം ഏതെങ്കിലും ഒരു ഗുണമായിട്ട് ബന്ധപ്പെടുന്നത്, ആ സമയത്ത് ചേതോഭിരാഗോതിഭിരാതനോതി. കർമ്മേന്ദ്രിയങ്ങൾ കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ബോധം ശുദ്ധമായിട്ട് നിൽക്കുമ്പോഴോ ആ ബോധത്തിന് യാതൊരു പ്രവർത്തനമില്ല. ഇതാണ് ഹംസാവതാരത്തിൽ പറഞ്ഞു കൊടുക്കുക. ഈ ഒരു അധ്യായം വളരെ പ്രധാനം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഭാഗവതത്തിൽ പല ഭാഗത്തും പറയുന്ന ആ തത്വങ്ങളൊക്കെ ഇവിടെ സംഗ്രഹിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഹംസാവതാരത്തിലെ തത്വമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയാം. ഹംസാവതാരത്തിൽ എന്താ? അവിടെ ചോദ്യം എന്താ? ഈ ബോധത്തിനെയും മനസ്സിനെയും വേർതിരിച്ച് കാണുന്നതാണ്. മനസ്സെന്താണ്, ബോധം എന്താണെന്നൊക്കെയാണല്ലോ അവിടെ ചോദ്യം. അത് ഹംസാവതാരം വരുമ്പോൾ കാണാം. ഹംസാവതാരത്തിൽ സനകാദി മഹർഷിമാർ ചോദിച്ചത് ഈ ബോധത്തിൽ നിന്ന് ഗുണങ്ങളെ എങ്ങനെ വേർപെടുത്താമെന്നാണ്. അതാണ് പാലും വെള്ളവും കൂടി കലർത്തി വെച്ച പോലെ എന്നൊരു ഉദാഹരണം പറയുമല്ലോ അല്ലേ? പാലും വെള്ളവും കൂടി കലർത്തി വെച്ചാൽ എങ്ങനെ പാലിനെ വേർപെടുത്താൻ പറ്റുന്നല്ലേ അവിടെ ചോദ്യം. അപ്പോൾ എന്താ ഈ പാലെന്ന് പറയുന്നത്? ഗുണങ്ങളും ബോധം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ, വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള ബോധവും. ബോധം ശുദ്ധമാണ്. ആ ശുദ്ധമായ ബോധം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം, പച്ചവെള്ളം എന്ന് പറയില്ലേ നമ്മൾ? പച്ചവെള്ളത്തിന് നിറം എന്താ? പച്ചവെള്ളം എന്നാണ് പറയുക അല്ലേ? പച്ചവെള്ളം എന്നാണ് പറയുക. പക്ഷേ പച്ചവെള്ളത്തിന് നിറം എന്താ? ഒന്നുമില്ല. പച്ചവെള്ളം എന്ന് പറയുന്നതിന് അതിന് നിറം പച്ചയാണോ? അല്ലേ? ശുദ്ധജലം വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആണ് അല്ലേ? സ്ഫടികം പോലെ നിർമ്മലമാണ് ശുദ്ധജലം. ബോധം ശുദ്ധമാണ്. അതാണ് ഇപ്പോൾ സ്വാമിജി ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ആ ഋഗ്വേദത്തിലെ മഹാവാക്യം എന്താ? പ്രജ്ഞാനം ബ്രഹ്മ. ശുദ്ധമായ ബോധം, അതിൽ യാതൊരു ഗുണങ്ങളുമില്ല. പക്ഷെ ആ ഗുണങ്ങൾ കളരുമ്പോഴാണ് രജസ സത്വേനവ തമസ, രജോ ഗുണമോ തമോ ഗുണമോ സത്വഗുണമോ ഈ ബോധത്തിലേക്ക് കലരുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക. അപ്പോൾ ഈ മനസ്സാണ് സംസാരം സത്യമാണെന്നുള്ള പ്രതീതി നമുക്ക് ഉണ്ടാക്കുക. മനസ്സെന്ന് പറഞ്ഞാലോ ബോധത്തിൽ ഗുണങ്ങൾ കടന്നാണ് മനസ്സ്. അതവിടെ ഹംസാവതാരത്തിൽ അത് വിസ്തരിച്ച് പറയും. ശുദ്ധമായ ബോധത്തിൽ ഈ ഗുണങ്ങൾ കലരുമ്പോഴാണ് മനസ്സെന്നൊരവസ്ഥ നമുക്കുണ്ടാവുക. അല്ലെങ്കിൽ ബോധം ശുദ്ധമാണ്. അപ്പോൾ ഈ ശുദ്ധമായ ബോധം ഗുണങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് സംസാരം അല്ലെങ്കിൽ ഈ പ്രപഞ്ച പ്രതീതി നമുക്കുണ്ടാവുകയെന്ന്. ഈ ഒരു പ്രതീതിയാണ് അങ്ങേ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത്. പിന്നെ അത് മാത്രമല്ല, വാസനാത്മാ വിഷയോപരക്കതോ, കർമ്മവാസനകളെ കൊണ്ട് ഈ ജീവന് വിഷയത്തിൽ ആസക്തി വരണം. ജീവൻ്റെ ഒരു ഉപാധിയാണ് മനസ്സ്, അല്ലെങ്കിൽ ജീവൻ്റെ ഒരു ഉപകരണമാണ് മനസ്സ്. മനസ്സാണെങ്കിലോ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാസനകൾ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഗുണപ്രവാഹോ വികൃത ഷോഡശാത്മാ. ഈ ഗുണപ്രവാഹം കൊണ്ട് ഗുണങ്ങളിൽ ഒഴുക്കപ്പെടുന്ന ഷോഡശാത്മാ വികൃത, 16 വികാരങ്ങളോട് കൂടിയ എന്നർത്ഥം. ഷോഡശാത്മാ 16 വികാരങ്ങളോട് കൂടിയ ആ ജീവൻ. വികാരങ്ങളിൽ അതാണ്
ഈ ഭുങ്ദയ ഗുണാൻ ഷോഡശാത്മാന്ന് ശുഖസാരസ്വത്തിൽ പറയും. 16 വികാരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഷോഡശാത്മാ 16 കലകളോടുകൂടി, 16 കലകളാണ്. അതെന്താ? അന്ധക്കരണം എന്ന് പറഞ്ഞൊരു കല. അന്ധക്കരണം ജീവൻ ഒരു ശരീരത്തിന് 16 കലകളാണ്. ഈശ്വരനും 16 കലയുണ്ടെന്ന് പറയും. ഷോഡശ കലാവാൻ പുരുഷ എന്ന് വേദം. 16 കലയാണ്. മനുഷ്യർക്കും 16 കലയാണ്. അന്ധക്കരണം എന്ന് പറഞ്ഞൊരു കല, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 വിഷയങ്ങൾ, ഇങ്ങനെ 16 കലയാണ്. ഇതിലേതെങ്കിലും ഒരു കലയില്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ വികലാംഗൻ എന്ന് പറയാം അല്ലേ? ഒരു കലയില്ലെങ്കിൽ വികലാംഗനായി അല്ലേ? അങ്ങനെ പറയില്ലേ? ബ്രാഹ്മണർക്ക് ഷോഡശ സംസ്കാരങ്ങളാണ്, 16 സംസ്കാരങ്ങളാണ്. അപ്പോൾ ഈ ജീവൻ 16 കലകൾ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോ തൈ പൂതൈ നാമരൂപങ്ങളോടുകൂടി അനേക ശരീരങ്ങളിൽ ഈ ജീവൻ പ്രവർത്തിക്കാൻ കാരണം ബോധം അല്ലെങ്കിൽ മനസ്സ് എന്ന ബോധം ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മനസ്സാണ് ഇതിനൊക്കെ കാരണം. അങ്ങ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അങ്ങയുടെ മനസ്സിൽ നിന്നാണ്, അങ്ങയുടെ ബുദ്ധിയിൽ നിന്നാണ്, അങ്ങയുടെ സ്വരൂപം അതൊന്നുമല്ല. പിന്നെ ഈ വാസന തന്നെ 2 വിധത്തിലുണ്ട്. സദ്വാസനയും ദുർവാസനയുണ്ട്. അല്ലെങ്കിൽ വിവേകം തന്നെ 2 വിധത്തിലുണ്ട്. ശുഭം അശുഭം 2 വിധത്തിൽ വിവേകമുണ്ട്. അല്ലെങ്കിൽ ശുദ്ധം മലിനം എന്നൊക്കെ പറയും. ബുദ്ധി തന്നെ 2 വിധത്തിലാണ് പ്രവർത്തിക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമുക്കൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ തോന്നിയത് നമ്മളുടെ ബുദ്ധിയുടെ പ്രേരണ കൊണ്ടല്ലേ? അല്ലേ? ബുദ്ധിയല്ലേ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. വേറെ ചില ആളുകളെ അവരുടെ ബുദ്ധിയാണ് വേറെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും. രണ്ടിനും പ്രേരിപ്പിക്കുന്ന ബുദ്ധിയല്ലേ? അപ്പോൾ ബുദ്ധി 2 വിധത്തിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ മനസ്സ് 2 വിധത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഉപനിഷത്തിലൊക്കെ പറയുമ്പോൾ മനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ, ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. മനസ്സ് തന്നെയാണ് നമ്മളെ ബന്ധത്തിൽപ്പെടുത്തുന്നത്. അതേ മനസ്സ് തന്നെയാണ് മോചനത്തിനും കാരണമാവുക. മനസ്സെന്നുള്ള ഉപകരണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നോ അങ്ങനെയാണ് ആ ജീവൻ്റെ ഗതി. അങ്ങയുടെ മനസ്സിപ്പോൾ യുക്തിവാദത്തിലാണ്. നേരത്തെ പറഞ്ഞ മാതിരി എന്താ, ഈ വാക്കാകുന്ന വാക്കുകളിൽ ഭ്രമിക്കുകയാണ് ഞങ്ങൾ, വചോ വിഭൂതികളിൽ ഭ്രമിക്കുകയാണ് അങ്ങ്. പാരമാർത്ഥ്യത്തിലേക്ക് മനസ്സ് പോയിട്ടില്ല. അങ്ങ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് അങ്ങയുടെ ബുദ്ധിയിൽ നിന്നാണ്. അതാണ് അഗോവിത എന്ന് ആദ്യമേ പറഞ്ഞത്. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, അങ്ങ് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ മനസ്സിൻ്റെ വ്യാപാരമാണ്. മനസ്സിന് ചില ജന്മവാസനകളുണ്ട്. അത് ചിലത് വിഷയസംബന്ധമാണ്, ഗുണങ്ങളോട് ബന്ധപ്പെട്ടതാണ്. വാസന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ വാക്കൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം പിടികിട്ടില്ല. വാസന എന്ന് പറഞ്ഞാൽ സ്മെല്ലല്ലോ. എത്രയോ ജന്മങ്ങളിൽ നാം ചെയ്ത കർമ്മവാസനകൾ. ആചാര്യസ്വാമികളുടെ ഉദാഹരണം പറയാറ് കർപ്പൂരം എടുത്ത ചെപ്പ് പോലെയെന്ന്. കർപ്പൂരം എടുത്തൊരു പാത്രം, കർപ്പൂരമൊക്കെ മാറ്റിക്കഴിഞ്ഞാലും ആ പാത്രത്തിൽ തന്നെ വാസന ഉണ്ടാവില്ലേ? ഇതുപോലെ നമ്മളിൽ എത്രയോ ജന്മങ്ങളിൽ ചെയ്ത കർമ്മവാസനകളുണ്ട്. ഈ കർമ്മവാസനകൾക്കനുസരിച്ച് മനസ്സ് രൂപപ്പെടും. മനസ്സിൻ്റെ ഫോർമേഷൻ അങ്ങനെയാണ്. ഗുണങ്ങളിലെ ആധിക്യം വരുന്നത് കർമ്മവാസനകൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ ഗുണങ്ങളിൽ ജീവൻ എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആണ് ഈ സംശയങ്ങളും വ്യാപാരങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങയുടെ ചോദ്യങ്ങളൊക്കെ ബുദ്ധിയിൽ നിന്നുണ്ടായ ചോദ്യങ്ങളാണ്, മനസ്സിൽ നിന്നുണ്ടായ ചോദ്യങ്ങളാണ്. ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപവന്നം ഫലം ആവ്യനക്തി ആലിംഗ്യ മായാരചിതാന്തരാത്മാ സ്വദേഹിനം സംസ്ഥിതി ചക്രകൂട. ഈ മായാരചിതമായ ആത്മാവോടുകൂടി ജീവൻ ഈ സംസാരത്തിൽ കിടന്ന് കൊഴുങ്ങണം. മായയിൽ പെടുമ്പോൾ ജീവന് ബന്ധങ്ങൾ ഉണ്ടാവണമെന്ന് ചുരുക്കം. അതല്ലെങ്കിലോ അത് ശുദ്ധമായിട്ടുള്ള ബോധമാണ്. ഇതാണ് നേരത്തെ പറഞ്ഞില്ലേ, ജീവനും ബ്രഹ്മവും 2 അവസ്ഥ. ജീവാവസ്ഥയിൽ അല്ലെങ്കിൽ ജീവഭാവത്തിൽ വരുമ്പോൾ ആ ബോധം ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അതല്ലെങ്കിലോ അത് ശുദ്ധമായ ബോധമായിട്ട് നിൽക്കും. അങ്ങിപ്പോൾ ആ സംസ്ഥിതി ചക്രകൂടത്തിലാണ്. ഈ സംസാരത്തിലെ വിഷയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ മുഴുവൻ. അങ്ങനെ വരുമ്പോൾ അതിൽ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, മോഹം ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാവും, അജ്ഞാനം ഉണ്ടാവും. ഇതൊക്കെ ബുദ്ധിയുടെയും മനസ്സിൻ്റെ വ്യാപാരങ്ങളാണ്. യഥാർത്ഥത്തിൽ അങ്ങ് ഇതിനെല്ലാം അറിയുന്ന ബോധസ്വരൂപിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ സംശയങ്ങളൊന്നും വരില്ല. ഇതിനൊരു രാമകൃഷ്ണദേവൻ്റെ ഒരു ഉദാഹരണം പറയും. എപ്പോഴാണ് നമുക്ക് സംശയം വരിക? ഒരു സദ്യ നടക്കുക, ഇദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ് സദ്യ. ഈ സദ്യക്ക് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അവിടെ വലിയ ബഹളമാണ്. അത് വിളമ്പൂ, ഇത് വിളമ്പൂ, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും, ബഹളമാണ്. ഊണ് തുടങ്ങിയാലോ ഒരു ബഹളമില്ല അല്ലേ? അപ്പം അങ്ങ് ബഹളം കൊണ്ട് എന്താണെന്നറിയോ? അങ്ങ് ഊണ് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ ഉണ്ടായതെന്ന് അർത്ഥം. ഈ സംശയങ്ങളൊക്കെ വരാൻ കാരണം അതാണ്. അതുകൊണ്ട് താവാനയം വ്യവഹാര സദാവി ക്ഷേത്രജ്ഞ സാക്ഷ്യോ ഭവതി സ്ഥൂല സൂക്ഷ്മ. അജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം കാലം, അങ്ങക്ക് ഈ അജ്ഞാനം ഉള്ളിടത്തോളം കാലം
അങ്ങക്ക് ഈ സംശയങ്ങളൊക്കെ വരും. ക്ഷേത്രജ്ഞ സാക്ഷ്യോ ഭവതി സ്ഥൂല സൂക്ഷ്മ. അവിടുന്ന് സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കാണുന്ന ക്ഷേത്രജ്ഞനാണെന്നുള്ള ബോധത്തിലേക്ക് ഉറയ്ക്കൂ. അങ്ങയുടെ സ്വരൂപത്തിനെ അറിയൂ. ഇത് ഏത് കാലത്തും ആചാര്യന്മാർ പറഞ്ഞു തരാറുള്ള ഒരു ആശയമാണ്. അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്, രമണ മഹർഷിയോട് ഭക്തന്മാർ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാത്രേ, നിങ്ങളതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, എവിടെ നിന്നാണ് ഈ സംശയങ്ങൾ ഉണ്ടായതെന്ന് ചിന്തിക്കുക. ഫ്രം വെയർ ദ ഡൗട്ട്സ് അറൈസ്. എവിടെ നിന്നാണ് ഈ സംശയങ്ങൾ ഉണ്ടായത്? എവിടെ നിന്നാണ് സംശയം ഉണ്ടായത്? ഈ ബോധത്തിൽ നിന്നാണ് സംശയം ഉണ്ടായത്. ബോധമില്ലാത്തതിന് വല്ല സംശയമുണ്ടോ? ഈ മേശയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? കസേരയ്ക്ക് സംശയമില്ല, കസേരയിലിരിക്കുന്ന നിങ്ങൾക്ക് സംശയമുണ്ട്. എന്താ കാരണം? കസേരയ്ക്ക് ബോധമില്ല, കസേരയിലിരിക്കുന്ന ആൾക്ക് ബോധമുണ്ട്, അല്ലേ? അപ്പോൾ ബോധമുള്ളവനെ സംശയമുള്ളൂ. ബോധത്തിൽ നിന്നാണ് സംശയങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ ബോധം എന്താണ്? അപ്പം നമ്മളെപ്പോഴും ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ, ക്ഷേത്രജ്ഞനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ആരാണിതൊക്കെ അറിയുന്ന ആള്? ആരാണ് ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നത്? ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആരാ ചിന്തിക്കുന്നത്? ഞാൻ. അവിടേക്ക് മനസ്സുറയ്ക്കട്ടെ എന്ന്. മറ്റു വിഷയങ്ങളൊക്കെ വിടൂ. രഘുഗണ, അങ്ങേ കുതർക്കങ്ങളും വാദവും പ്രതിവാദവും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങയുടെ സ്വരൂപത്തിനെ അറിയൂ. ക്ഷേത്രജ്ഞ സാക്ഷ്യോ ഭവതി സ്ഥൂല സൂക്ഷ്മ. ഈ കാണുന്ന സകല സ്ഥൂല പ്രപഞ്ചത്തിനെയും സൂക്ഷ്മ പ്രപഞ്ചത്തിനെയും അറിയുന്ന ക്ഷേത്രജ്ഞൻ ആരാണെന്ന് അങ്ങ് ചിന്തിക്കൂ. അതാണ് അറിയേണ്ടത്. തസ്മാൻ മനോലിംഗം അതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യ. ഇത് വരുമ്പോൾ ഈ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം മനസ്സിൻ്റെ വ്യാപാരമാണ്. മനസ്സാണ് ഇതൊക്കെ സങ്കല്പിച്ച്, സങ്കല്പ വികല്പങ്ങളാണ് ഇത് മുഴുവൻ എന്ന് മനസ്സിലാവും. ഇതാണ് ആചാര്യസ്വാമികൾ നേരത്തെ പറഞ്ഞില്ലേ, വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം പശ്യൻ ആത്മനിമായ ബഹിരിവോത്ഭൂതം യഥാ നിദ്രയ യസ് സാക്ഷാൽ കുരുതേ പ്രബോധ സമയേ. ഇതാണ് ഈ പ്രബോധ സമയം. ഞാൻ ആരാണ് എന്നുള്ള അറിവിൽ ഉറയ്ക്കുക, എൻ്റെ സ്വരൂപത്തിൽ ഉറയ്ക്കുക. ആ സ്വരൂപജ്ഞാനം ഉറച്ചു കഴിയുമ്പോൾ, സ്വരൂപജ്ഞാനം കിട്ടലൊന്നുമല്ല കേട്ടോ, അതൊക്കെ നമ്മൾ പറയുന്നൊരു വാക്കാണ്. സ്വരൂപജ്ഞാനം ഉണ്ടാവുക, സ്വരൂപജ്ഞാനം കിട്ടുക, ഇത് കിട്ടേണ്ട വസ്തുവല്ല, നമ്മളിലുള്ളതാ. അത് മറഞ്ഞു കിടക്കുകയാണ്. എന്തുപോലെ തീക്കല്ലിൽ ചാരം കൊണ്ട് മൂടിക്കിടക്കണ പോലെ എന്നൊക്കെ പറയില്ലേ. തീക്കല്ലിൽ ചാരം കൊണ്ട് മൂടിക്കിടക്കുമ്പോൾ അവിടെ തീക്കല്ലിൽ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ സ്വാമിജി ചിന്മയാനന്ദജി ഒരു ഉദാഹരണം പറയും. ഒരു ശില്പി ഒരു കരിങ്കല്ലിൽ ഒരു കൃഷ്ണവിഗ്രഹം കൊത്തുകയാണെന്ന് വിചാരിക്കുക. കരിങ്കല്ലിൽ ഈ ശില്പി എന്താ ചെയ്യുക? അവിടെ കൃഷ്ണവിഗ്രഹം കൊണ്ടുവയ്ക്കുകയാണോ? ആണോ? കൃഷ്ണനല്ലാത്തൊക്കെ കൊത്തിക്കളഞ്ഞു. കൃഷ്ണനല്ലാത്തൊക്കെ കൊത്തിക്കളഞ്ഞപ്പോൾ അത് കൃഷ്ണനായില്ലേ? എന്ന പോലെ എന്നിൽ ഞാനല്ലാത്തൊക്കെ കളഞ്ഞാൽ ശേഷിക്കുന്നതാണ് എൻ്റെ സ്വരൂപം. അവിടെ പുതുതായിട്ടൊന്നും കിട്ടുകയല്ല, നമ്മളിലുണ്ട് ഈ സ്വരൂപം. ഈ സ്വരൂപത്തിനെ മറയ്ക്കുന്നതാണ് നേരത്തെ പറഞ്ഞതൊക്കെ. മനോലിംഗവതോ ലിംഗമതോ വദന്തി ഗുണാഗുണത്വസ്യ. മനസ്സ്, ഈ ലിംഗശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഈ ശരീരങ്ങൾ, ഗുണങ്ങൾ, ഇതെല്ലാം ആണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണം. അപ്പോൾ യഥാർത്ഥത്തിൽ മോക്ഷം എന്നൊരവസ്ഥ ഇല്ല, മോക്ഷം കിട്ടേണ്ടതല്ല. കാരണം അത് നമ്മുടെ സ്വരൂപമാണ്. ബന്ധമുണ്ടെന്ന് തോന്നുമ്പോഴേ മോക്ഷം വേണമെന്നുള്ള ആഗ്രഹമുള്ളൂ, അല്ലേ? ബന്ധം മായയാണെങ്കിലോ മോക്ഷവും മായയല്ലേ? ആലോചിച്ച് നോക്കുക. ബന്ധം മായയാണെങ്കിൽ മോക്ഷവും മായയാണ്. അപ്പോൾ ബന്ധമുണ്ടെന്ന് തോന്നലാണ്. അതിന് കാരണം ഇതൊക്കെയാണ്. ഏത്? മനോലിംഗം അതോ വദന്തി. അതാണ് അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണി സദാമേ സമത്വം ന മുക്തി ന ബന്ധം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ ചിദാനന്ദ സ്വരൂപത്തിനെ അറിഞ്ഞാൽ അതുവരെ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഉണ്ടാവും. തർക്കങ്ങളും കുതർക്കങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും കർമ്മവും ജ്ഞാനവും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലോ, നാരദ മഹർഷി പറയും, ഭക്തിയുടെ പാരമ്യത്തിൽ സ്തബ്ധോ ഭവതി മൂഢോ ഭവതി. അയാൾക്ക് ഒന്നും ചെയ്യാനില്ല, അയാൾ യാതൊരു പ്രവർത്തനവും ചെയ്യില്ല. ഒരു കർമ്മത്തിലും അയാൾക്ക് വ്യാപരിക്കാൻ പിന്നെ സാധ്യമല്ല. കാരണം ആ ഒരു നിർവികൽപ്പഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അവസ്ഥ ഈ പറയുന്ന തർക്കമൊന്നും അവിടെ ഉണ്ടാവില്ല. ഇപ്പം രഘുഗണ അങ്ങത് അനുഭവിച്ചിട്ടില്ല. അനുഭവിക്കാത്തത് കൊണ്ടാണ് ഈ തർക്കങ്ങളൊക്കെ വരാൻ കാരണം. പിന്നെ
ഈ ഗുണാനുരക്തം വ്യസനായ ജന്തോ ക്ഷയമായ നർഗുണ്യമഥോ മനസ്യാൽ, എപ്പോഴാണോ മനസ്സ് ഈ ത്രിഗുണങ്ങളിൽ വ്യാപരിക്കുന്നത്, അല്ലെങ്കിൽ ബോധം ഈ ഗുണങ്ങളിൽ വ്യാപരിക്കുന്നത്, അപ്പോൾ വ്യസനായ, അപ്പോൾ ദുഃഖം ഉണ്ടാവും. എപ്പോഴാണോ ഈ ഗുണങ്ങളിൽ നിന്ന് ബോധം വിട്ടു നിൽക്കുന്നത്, അപ്പോൾ അതാണ് നൈർഗുണ്യം എന്നുള്ള വാക്ക്. ആ 8ാമത്തെ ശ്ലോകത്തിൽ നൈർഗുണ്യം എന്ന് പറയും. എന്താ നൈർഗുണ്യം വെച്ചാൽ? ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത അവസ്ഥ. ശുദ്ധമായ ആ ബോധാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുപോലെ യഥാപ്രദീപോ ഘൃതവർത്തിമശ്നൻ, എപ്പോഴാണോ ഘൃതവർത്തിമശ്നൻ, ഈ നെയ്യിന് ഘൃതവർത്തി വെച്ചാൽ നെയ്യ് കുടിക്കുക എന്നൊക്കെ അർത്ഥം. ഇപ്പോൾ ഒരു ദീപനാളം ദീപമായിരിക്കുമ്പോൾ അതിന് വികാരങ്ങളൊക്കെ ഉണ്ടാവും. പുകയുണ്ടാവും, പ്രകാശം ഉണ്ടാവും, ഇല്ലേ? അഗ്നി, ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ബ്രഹ്മോപദേശത്തിലും പറയും അഗ്നിയും ദീപവും പോലെയെന്ന്. 12ാമത്തെ സ്കന്ധത്തിൽ 5ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മോപദേശം പറയുമ്പോൾ ഈ ഉദാഹരണം അവിടെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭാഗവതത്തിൽ പല ഭാഗത്തും പറയുന്ന ആശയങ്ങൾ ഇവിടെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ക്രോഡീകരിച്ച് പറയുന്നുണ്ട് അവിടെ. ഇപ്പോൾ അഗ്നിയും ദീപവും പോലെ എന്ന് പറയാൻ കാരണം എന്താ? അഗ്നി സർവ്വവ്യാപിയാണ്. അഗ്നി ഉപാധി ഇല്ലാതെ നിൽക്കുന്നതാണ് അഗ്നിഭാവം. ഒരു ഉപാധിയിലിരിക്കുമ്പോഴാണ് ദീപം, അല്ലേ? ഒരു വിളക്കെടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തുമ്പോൾ അതിന് എന്ത് പറയും? ദീപം എന്ന് പറയും, അല്ലേ? ആ വിളക്ക് കെട്ടുകഴിഞ്ഞാലോ ദീപമില്ലാതായി, പക്ഷെ അഗ്നി ഇല്ലാതായോ? അഗ്നി നശിച്ചിട്ടില്ല. അപ്പോൾ അഗ്നി ഉപാധി ഇല്ലാതെ നിൽക്കുന്നതും ദീപം ഉപാധിയിൽ നിൽക്കുന്നതല്ലേ? ഈ ഉപാധിയിലിരിക്കുന്ന ഭാവത്തിനാണ് ജീവൻ എന്ന് പറയാം. ഉപാധി ഇല്ലാത്തതിനാണ് ബ്രഹ്മം എന്ന് പറയാം. അതിന് സ്വാമിജി ഒരു ഉദാഹരണം പറയാറ് ബിഗ് ഐ ആൻഡ് സ്മോൾ ഐ എന്ന് പറയും. ബിഗ് ഐ ആൻഡ് സ്മോൾ ഐ. ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിലും ഐ എന്ന് എഴുതും, ചെറിയ അക്ഷരത്തിൽ ഐ എന്ന് എഴുതില്ലേ? ഇല്ലേ? ഐ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. എഴുതുന്നതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലേ? ഒന്ന് വലുതായിട്ട് എഴുതും, ഒന്ന് ചെറുതായിട്ട് എന്ന പോലെ ജീവനും ബ്രഹ്മവും ഈ ഒരു ഭാവമാണ്. ഉപാധി ഇല്ലാത്തത് ബ്രഹ്മഭാവവും ഉപാധിയിലിരിക്കുന്ന ജീവഭാവവുമാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ആ തീയിലെ നെയ്യിനെ അവലംബിച്ച് അല്ലെങ്കിൽ ഉപാധിക്കനുസരിച്ച് അതിന് വെളിച്ചം, പുക, ചൂട്, ഇങ്ങനെ പല വികാരങ്ങളും നമുക്ക് തോന്നും. ഈ ഉപാധി ഇല്ലാത്തപ്പോഴോ ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഉപാധിയാണ് ഇതിനൊക്കെ കാരണം. അതായത് ഗുണം, കർമ്മം, ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതിലൊക്കെ ഈ ജീവൻ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അല്ലാത്തപ്പോഴോ അത് സ്വസ്ഥമായിട്ടിരിക്കും. ഗുണങ്ങൾ വ്യാപരിക്കാത്തടത്തോളം കാലം മനസ്സ് പരിശുദ്ധമാണ്, അല്ലെങ്കിൽ ജീവൻ പരിശുദ്ധമാണ്. ആ ഭാവമാണ് നേടേണ്ടത്. അല്ലാതെ അങ്ങയുടെ കുതർക്കങ്ങളെ കൊണ്ടൊന്നും ഇതറിയാൻ സാധിക്കില്ല. പിന്നെ ഈ അറിവ് അനേക ഉദാഹരണങ്ങളോടെ പറയും. ഞാനിപ്പോൾ എല്ലാ ശ്ലോകം എടുത്ത് നമുക്ക് നോക്കാൻ സമയമില്ലല്ലോ. അവസാനം പറയും അങ്ങക്ക് ഈ അറിവ് വേണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് ഈ തർക്കങ്ങളൊക്കെ ഉപേക്ഷിച്ച് മഹൽപാദരജോഭിഷേകം, സജ്ജനങ്ങളെ കാൽക്കൽ നമസ്കരിക്കാൻ തയ്യാറാവണം. വിനയം സമ്പാദിക്കണം. വിനയം കൊണ്ടല്ലാതെ അങ്ങക്ക് ഈ അറിവ് സമ്പാദിക്കാൻ സാധ്യമല്ല. അങ്ങിപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? അതിൽ ആ അധ്യായത്തിൽ 11ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ, ഇനിയിപ്പോൾ ആ ശ്ലോകത്തിലേക്ക് പോകാം, അതേ പറ്റുള്ളൂ. അവസാനത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയും ഭ്രാതൃവ്യമേനം തദബ്രവീര്യം ഉപേക്ഷയാധ്യേതിതം അപ്രമത്ത. അങ്ങ് അശ്രദ്ധ കൊണ്ട് ഈ ഗുണങ്ങളെ ശ്രദ്ധിച്ചില്ല, അങ്ങ് മനസ്സിൻ്റെ വ്യാപാരങ്ങളെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അത് തദബ്രവീര്യം ഉപേക്ഷയാധ്യേതിതം അപ്രമത്ത. മനസ്സ് അല്ലെങ്കിൽ മനസ്സിൽ ഈ ഗുണങ്ങൾ വല്ലാതെ വളർന്നു പോയി. ഇപ്പോൾ എന്തുപോലെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പൂന്തോട്ടം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ കാട് പിടിച്ചു പോവില്ലേ? ശ്രദ്ധിക്കാതിരുന്നാൽ കാട് പിടിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റം പതിവായിട്ട് അടിച്ചു വാരാതിരുന്നാൽ പൊടി പിടിച്ചു പോവില്ലേ? ഇതുപോലെ മനസ്സിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുണങ്ങൾ മനസ്സിനെ സ്വാധീനിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? മനസ്സിൻ്റെ ഈ ഭ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയില്ല, നമ്മളതിൽ പെട്ടുപോയി. ഇത് ഭാഗവത്തിലെ ഉന്മത്തമത്ത ജഡവൽ എന്നൊരു ഉദാഹരണം വേറെ സ്ഥലത്ത് പറഞ്ഞു. ഈ ഭ്രാന്ത് പിടിച്ചവന് തനിക്ക് ഭ്രാന്തുണ്ടെന്ന് അറിയില്ല, അല്ലേ? ഇതാണ് മറ്റു രോഗവും ഭ്രാന്തമായിട്ടുള്ള വ്യത്യാസം. സാധാരണ രോഗം വന്നാൽ എനിക്ക് തലവേദന വന്നാൽ തലവേദന ഉണ്ടെന്നറിയാം, അല്ലേ? ഭ്രാന്ത് വന്നാലോ എനിക്കൊരു കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ മറ്റുള്ളവർക്കാണ്, അല്ലേ? അപ്പോൾ ഈ ഗുണങ്ങളിൽ പെട്ടുപോകുമ്പോൾ മനസ്സിന് സ്വയം തിരിച്ചറിവ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അതെങ്ങനെ ഇല്ലാതാക്കാം? ഗുരോർഹരേ ചരണോ ഉപാസനാസ്ത്രോ ജഹിവളീകം സ്വയമാത്മമോഷം. ഒരു ഗുരുവിനെ സമീപിച്ച്
അപ്രമത്തനായി ജാഗരൂകനായിരിക്കുന്നതാണ്, എപ്പോഴും ഉണർന്നിരിക്കുക. എൻ്റെ മനസ്സിൽ എങ്ങനെ ഗുണങ്ങൾ ബാധിക്കുന്നെന്ന് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അങ്ങക്ക് ഈ അജ്ഞാനമാകുന്ന അഹങ്കാരമാകുന്ന ശത്രുവിനെ ജയിക്കാം. അപ്പോൾ രഘുഗണന് ആദ്യം തന്നെ ഇപ്പം 3 ഭാവമാണ് ഈ ഒരു അധ്യായത്തിൽ. ഒന്ന്, രഘുഗണൻ്റെ അഹങ്കാരം കളഞ്ഞു. രണ്ടാമത് അദ്ദേഹത്തിന് തത്വം ഉപദേശിച്ചു കൊടുത്തു. മൂന്നാമതായിട്ട് പറഞ്ഞു അങ്ങക്ക് എന്താ കുഴപ്പം പറ്റിയെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇനിയെങ്കിലും ഈ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഈ ഉപദേശം കേട്ടതോടുകൂടി രഘുഗണന് മനസ്സിലായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാത്മാവാണെന്ന് മനസ്സിലായി. വേഗം അദ്ദേഹത്തിന് നമസ്കരിച്ചു. നമോ നമകാരണ വിഗ്രഹായ സ്വരൂപതുച്ഛീകൃത വിഗ്രഹായ നമോവധൂത ദ്വിജബന്ധുലിംഗ നിഗൂഢ നിത്യാനുഭവായ തുഭ്യം. അവിടുന്ന് നിഗൂഢ നിത്യാനുഭവായ, നിഗൂഢമായ നിത്യാനന്ദം അനുഭവിക്കുന്ന ആളാണ്. അങ്ങനെ ഞാനിതാ നമസ്കരിക്കണം. അങ്ങനെനിക്ക് ഈ പറഞ്ഞു തന്ന ഉപദേശങ്ങളുണ്ടല്ലോ, അത് അപൂർവമായിട്ടുള്ള ഉപദേശങ്ങളാണ്. അതുകൊണ്ട് മേലാൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരാതെ ശരിയായ അറിവ് ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴും രഘുഗണം പറഞ്ഞു അങ്ങക്ക് ഈ അറിവ് വേണമെങ്കിൽ ആദ്യം അഹങ്കാരം കളയണം. അതാണ് 12ാമത്തെ ശ്ലോകത്തിൽ കാണാം. ഇത് 12ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകം. രഘുഗണൈതൽ തപസാനയാതി ന ചേജ്യയാ നിർവണൽഗൃഹാദ്വാ ന ഛന്ദസ നൈവ ജലാഗ്നിസൂരേ വിനാ മഹൽപാദരജോഭിഷേകം. ഇത് എല്ലാ സാധകന്മാർക്കും പറഞ്ഞു കൊടുക്കുന്നൊരു ഉപദേശമാണ്. ഈ അറിവ് അല്ലെങ്കിൽ ആത്മബോധം, അവനവൻ്റെ സ്വരൂപജ്ഞാനം ഇതെങ്ങനെ സമ്പാദിക്കാം? തപസാനയാതി, തപസ്സുകൊണ്ട് ഈ ആത്മജ്ഞാനം കിട്ടിക്കൊള്ളണമെന്നില്ല. തപസ്സെന്ന് പറഞ്ഞാൽ ശരീരത്തിന് തപിപ്പിക്കലാണ്. ഗീത അതൊക്കെ പ്രത്യേകം എടുത്തു പറയും. ഒരു ജ്ഞാനദാഹിയായിട്ടുള്ള ഒരാൾ അനാവശ്യമായിട്ട് ശരീരത്തിനെ വല്ലാതെ തപിപ്പിക്കരുതെന്ന് പറയും. അങ്ങനെ തപിപ്പിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ പിന്നെ അതിലേക്കാവും. അപ്പോൾ അങ്ങനെ തപസ് ചെയ്തുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹിരണ്യകശിപു തപസ് ചെയ്തില്ലേ? ഹിരണ്യകശിപുവിന് ആത്മജ്ഞാനം ഉണ്ടായോ? രാവണൻ തപസ് ചെയ്തില്ലേ? ഇല്ലേ? ഒരു കവി പറയും കണ്ണടച്ചിങ്ങനെ തപസ് ചെയ്താൽ ആത്മജ്ഞാനം കിട്ടുകയാണെങ്കിൽ ആദ്യം ആത്മജ്ഞാനം കിട്ടുന്നത് ആർക്കാണെന്നറിയോ? കൊക്കിനാണത്രേ. അല്ലേ? കണ്ണടച്ചിങ്ങനെ ഇരുന്ന് ആത്മജ്ഞാനം കിട്ടുമെങ്കിൽ കൊക്കിനല്ലേ ആദ്യം ആത്മജ്ഞാനം കിട്ടുക, അല്ലേ? അങ്ങനെ കണ്ണടച്ചിരുന്നുകൊണ്ടൊന്നും അത് പാടില്ല എന്നല്ല, അതുകൊണ്ട് മാത്രം ഈ ആത്മജ്ഞാനം ഉണ്ടാവില്ല. അതുപോലെ തപസാനയാതി നജ ഇജ്ജയാ, ഇജ്ജാച്ച യാഗങ്ങൾ, ഈ യാഗങ്ങൾ ചെയ്തുകൊണ്ടും ഈ ആത്മതത്വം അറിയണമെന്നില്ല. ഇപ്പോൾ പ്രാചീന വത്സ മഹാരാജാവ് എത്രയോ യാഗം ചെയ്ത ആളാ, അല്ലേ? അദ്ദേഹത്തിന് ആത്മതത്വം അറിയാൻ പറ്റുമോ? എന്നാ ചേച്ചിയ നിർവണാൽ ഗൃഹാദ്വാ, വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് പോയി. അതുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഇത് ഭരതൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുക. എന്താണെന്നറിയോ? ഭരതൻ തൻ്റെ കൊട്ടാരത്തിലെ തൻ്റെ പത്നിയെയും 5 കുട്ടികളെ ഉപേക്ഷിച്ചിട്ടാണ് പുലഹാശ്രമത്തിൽ തപസ്സിന് പോയത്. എന്നിട്ട് എന്തായി? ഒരു മാനിനെ സ്നേഹിച്ച് പെട്ടുപോയില്ലേ? അതാണ് നിർവണാൽ ഗൃഹാദ്വാ, വീട് വിട്ടുപോയതുണ്ടെന്നും. ചില ആളിലൊക്കെ വീട് ഉപേക്ഷിക്കുന്നത് വല്ല വഴക്കിട്ടിട്ടൊക്കെ ആവും, അല്ലേ? അതുകൊണ്ടൊക്കെ ആത്മജ്ഞാനം കിട്ടുമോ? നിർവണാൽ ഗൃഹാദ്വാ ന ഛന്ദസ, ഛന്ദസ് വേദം, വേദം ഇങ്ങനെ പഠിച്ചു, കാണാണ്ട് പഠിച്ചു, കടയും തലയും തിരിച്ചിട്ട് വേദം പഠിക്കുന്നത് തെറ്റായെന്ന് പറയല്ല, അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ഉരുവിടുക. അതിനൊരു മഹത്വമുണ്ട്. ശിക്ഷ എന്ന് നേരത്തെ സ്വാമിജിയോട് പറഞ്ഞില്ലേ, ഉരുവിടുന്നതിനൊരു മഹത്വമുണ്ട്. പക്ഷെ അത് മാത്രമായാലോ? തത്തമേ പൂച്ച പൂച്ച എന്നിങ്ങനെ വേദം പറഞ്ഞുകൊണ്ടിരിക്കുക, അർത്ഥം അറിയില്ല, അനുഷ്ഠാനമില്ല, പ്രയോജനമുണ്ടോ? ആണെന്നാ ഛന്ദസ നൈവ ജല അഗ്നി സൂര്യൈ, പല ദേവതകൾ, സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെ പല ദേവതകൾ ഉപാസിക്കുക. ഇതുകൊണ്ടൊന്നും ഈ ആത്മജ്ഞാനം അനുഭവത്തിൽ വരില്ല. പിന്നെ എങ്ങനെ ആത്മജ്ഞാനം വരിക? മഹൽപാദരജോഭിഷേകം, സജ്ജനങ്ങളുടെ കാൽക്കൽ നമസ്കരിക്കണം. അവരുടെ കാലിലെ പൊടി എപ്പോഴാണോ ശിരസിൽ പതിയ അന്ന് നമ്മൾ അറിയാതെ സദ്യോഹൃദ്യ അവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിത്തക്ഷണാൽ, ശുശ്രൂഷുഭിത്തക്ഷണാൽ എന്നുള്ള വാക്കിന് ഗുരു ശുശ്രൂഷ ഉണ്ടെന്നും കൂടി അർത്ഥമുണ്ട്. ശുശ്രൂഷ എന്നുള്ള അവിടെ അർത്ഥം ശ്രോതും ഇച്ഛയാണ് ശുശ്രൂഷ. പക്ഷെ വേറൊരു അർത്ഥമുണ്ട്, ഗുരു ശുശ്രൂഷുഭിത്തക്ഷണാൽ. ഗുരു ശുശ്രൂഷ കൊണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഈ ആത്മതത്വം സദ്യോഹൃദ്യവരുദ്ധ്യത എത്ര കൃതിഭി, ഉള്ളിൽ ആത്മതത്വം പ്രകാശിക്കും. ഇതുകൊണ്ടാണ് ഉദ്ധവൻ വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ ആര്യ നമസ്കരിച്ചത്? വന്ദേ നന്ദപൂർജ സ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം.
നിരന്തരമായ നാമസങ്കീർത്തനം കൊണ്ട് പ്രപഞ്ചത്തിനെ മുഴുവൻ പരിശുദ്ധകളാക്കുന്ന ആ ഗോപിമാരുടെ കാലിലെ പൊടിയല്ലേ ഉദ്ധവൻ നമസ്കരിച്ചത്? ഭിനാമഹൽപാദരജോഭിഷേകം. കൽക്കട്ടയില് നരേന്ദ്രൻ എന്നുപേരായിട്ട് ചെറുപ്പക്കാരൻ എന്തിനേയും ചോദ്യം ചെയ്യുന്ന പ്രായം, ഏതാണ്ട് 20-21 വയസ്സ്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യും. ആര് പ്രഭാഷണം നടത്തിയാലും ശ്രദ്ധിച്ച പ്രഭാഷണമൊക്കെ കേൾക്കും. പ്രഭാഷണം കഴിഞ്ഞാൽ നേരെ ചെന്ന് ആ പ്രഭാഷകനോട് ചോദിക്കും, അങ്ങ് ഇത്രയും നേരം ഈശ്വരനെ കുറിച്ച് പറഞ്ഞല്ലോ, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? പ്രഭാഷകൻ്റെ വായടയും അല്ലേ, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ നടന്ന് ആരോ പറഞ്ഞു, ആ ദക്ഷിണേശ്വരത്തെ കാളീക്ഷേത്രത്തിലൊരു മഹാശയനുണ്ട്, ഒരു മഹാത്മാവുണ്ട്, ഒരു പൂജാരിയുണ്ട്, അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. ഈ അവിടെ ചെന്നവർക്ക് കണ്ടതോ മുട്ടുമറിയാത്ത മുണ്ടെടുത്ത് അല്ലേ, പൊക്കം കുറഞ്ഞ് കുറ്റിത്താടിയും തലമുടിയായിട്ട് ഒരു സാധാരണ പ്രാകൃതനായൊരു മനുഷ്യൻ, ഒരു യോഗ്യതയില്ല. ആ മഹാത്മാവിനോട് ചോദിച്ചു, മഹാശയ അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, കുട്ടി നിന്നെ കാണുന്ന പോലെ ഞാൻ ഈശ്വരനെ കാണുന്നു എന്ന് പറഞ്ഞ് ആ മഹാത്മാവ് ഒന്ന് സ്പർശിച്ചപ്പോൾ നരേന്ദ്രൻ ആരായിട്ട് മാറി? വിവേകാനന്ദനായിട്ട് മാറിയില്ലേ? മഹൽപാദരജോഭിഷേകം. സജ്ജനങ്ങളുടെ കാലിലെ പൊടി ശിരസിൽ പറ്റാറാവണം. അല്ലാതെ എത്ര നമ്മൾ പരിശ്രമിച്ചാലും ശരി, ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കൂടാതെ ഈ തത്വം ഹൃദയത്തിൽ പ്രകാശിക്കില്ല. ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. ഗുരു പരമ്പരയ്ക്ക് വളരെ പ്രാധാന്യം അതുകൊണ്ടാണ്. അനുഭവസ്ഥനായിട്ടുള്ളൊരു ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിക്കണം. രഘുഗണ, അങ്ങ് ഇത്രയൊക്കെ അറിവ് സമ്പാദിച്ചിട്ടും വേണ്ടത്ര വിനയം വന്നിട്ടില്ല എന്ന് അല്ലേ? അറിവൊക്കെ സമ്പാദിച്ചു, വിനയം വന്നില്ലെങ്കിലോ? ഇതാണ് ദുർവാസാവിൻ്റെ കഥയിൽ മേൽപ്പത്തൂർ പറയും, ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം. എത്ര അറിവുണ്ടെങ്കിലും എത്ര തപസ്സുണ്ടെങ്കിലും വിനയമില്ലെങ്കിൽ അതൊന്നും പ്രയോജനപ്പെടില്ല എന്നർത്ഥം. ഇപ്പം രഘുഗണ, അങ്ങക്ക് അറിവുണ്ട്, കുറച്ച് തപസ്സുണ്ട്, ഉപാസിത വൃദ്ധോവി എന്ന് പറഞ്ഞാൽ കുറച്ച് തപസ്സൊക്കെ ഉണ്ട്, പക്ഷേ വിനയം വന്നില്ല, അതാണ് അങ്ങക്ക് വന്ന ദോഷം എന്ന് പറഞ്ഞ് രഘുഗണനോട് പറഞ്ഞു, ഞാനാരാന്ന് അങ്ങക്ക് മനസ്സിലായോ? തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ. ആരാന്നറിയോ? അഹംപുരാ ഭരതോ നാമരാജ. അങ്ങപ്പോൾ സിന്ധു സവീരത്തെ രാജാവല്ലേ, ഞാൻ ഈ ഭാരതം മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തിയാ. ഒരു മാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് ഇങ്ങനൊരു ജന്മം എടുക്കേണ്ടി വന്നത്. പക്ഷെ എനിക്കൊരു ഭാഗ്യം കിട്ടി. സമാം സ്മൃതിർ മൃഗദേഹേ വിവീര. എനിക്ക് പൂർവ്വജന്മ സ്മരണ വന്നു. മാനായിരുന്നപ്പോഴും ഞാൻ ആരാണെന്നുള്ള ഓർമ്മ എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഞാനാരെന്നുള്ള ഓർമ്മയുണ്ട്. അപ്പോൾ ഏത് ശരീരത്തിലിരുന്നാലും അതൊരു തത്വമാണ്. ശരീരം ഏതായാലും ശരി, ആ സ്വരൂപജ്ഞാനം വന്നാൽ അവൻ രക്ഷപ്പെടും. ശരീരം ഒരു പ്രശ്നമല്ല, ശരീരം ഒരു ഉപാധി മാത്രമല്ലേ. ഇപ്പോൾ മൃഗദേഹേ വീര, ഒരു മൃഗത്തിൻ്റെ ശരീരത്തിലിരുന്നപ്പോലും എൻ്റെ സ്വരൂപജ്ഞാനം എനിക്ക് നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അധോ അഹം ജനസംഗാത് അസംഗോ. അതുകൊണ്ട് ഞാനിപ്പോൾ ആരോടും ഒരു ബന്ധവും കൂടാതെ സഞ്ചരിക്കുക. എന്താ? ഒരു മാനിനെ സ്നേഹിച്ചതുകൊണ്ട് ഒരു ജന്മം എടുക്കേണ്ടി വന്നു. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ? ഭരതന് ഒരു മാനിനെ സ്നേഹിച്ചുകൊണ്ടാണ് ഒരു ജന്മം. ഈ കണക്കിന് നമുക്കൊക്കെ എത്ര എടുത്താലാ തീരാ അല്ലേ? അപ്പോൾ ജനസംഗാത് അസംഗോ. അപ്പോൾ സാധകന്മാരെപ്പോഴും ജനസംഘത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ജന്മത്തിൽ ആരോടും ബന്ധം വേണ്ടാന്ന് തീരുമാനിച്ചു. ഒരാളോടും ബന്ധം കൂടാതെ കഴിഞ്ഞുകൂടി. അതുകൊണ്ട് വിഷംഗമാനോ അവൃതശ്ചരാമി, എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഞാൻ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് രഘുഗണ, ഇനി അവസാനത്തെ ശ്ലോകത്തിൽ, അതായത് 12ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുത്തു, തസ്മാൽ, അതുകൊണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനത്ത് ഒരു ഉപസംഹരിക്കുകയാണ്. തസ്മാൽ, ഒരു മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഇതാണ്, ആ ശ്ലോകമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നർത്ഥം. തസ്മാന്നരോ അസംഗ സുസംഗജാത ജ്ഞാനാസിനേഹൈവ വിവൃക്കണമോഹ. തസ്മാൽ, അതുകൊണ്ട്, നരൻ, ഒരു മനുഷ്യൻ, അതായത് വിവേകമുള്ള മനുഷ്യൻ, ജീവിത ലക്ഷ്യം നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്തു വേണം? അസംഗ സുസംഗജാത ജ്ഞാനാസിന. ആ വാക്ക് വളരെ മനോഹരമായിട്ടൊരു വാക്കാണ്. അസംഗ സുസംഗജാത ജ്ഞാനാസിന. അസംഗ സുസംഗജാത. അസംഗം എന്ന് വെച്ചാൽ യാതൊന്നിനോടും സംഘം ഇല്ലാതിരിക്കുക, ഒട്ടലില്ലാതിരിക്കുക, വൈരാഗ്യം ഉണ്ടായിരിക്കുക. പക്ഷേ മറ്റൊന്നും കൂടി വേണം, സുസംഗം, സത്സംഗവും കൂടെ വേണം. വൈരാഗ്യം പലർക്കും വരാറുണ്ട് അല്ലേ? വൈരാഗ്യം വരാറുണ്ട്, പക്ഷേ സത്സംഗം ഇല്ലെങ്കിലോ? വൈരാഗ്യം വന്നു, സത്സംഗം ഇല്ലെങ്കിലോ അവൻ വേണ്ടാത്ത വഴിക്ക് പോകും. ഇന്നിപ്പോൾ നമ്മൾ കാണാനില്ലേ പല ആളുകളും വഴിതെറ്റി പോകണത് എന്താ? കുടുംബജീവിതത്തിൽ സൗകര്യമില്ല, വൈരാഗ്യമുണ്ട്. പക്ഷേ വൈരാഗ്യം വന്നവരൊക്കെ സത്സംഗത്തിന് വരാറുണ്ടോ? ഓ,
വൈരാഗ്യം വന്നവരൊക്കെ സത്സംഗത്തിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലേ, സ്ഥലം കിട്ടില്ല ഇവിടെ. ഓരോരുത്തരും വൈരാഗ്യം വന്നിട്ട് ദുഃഖം തീർക്കാൻ ഓരോ വഴി അന്വേഷിച്ച് പോകും അല്ലേ. ചില ആൾ ചില സാധനങ്ങളൊക്കെ കഴിച്ച് സുഖം അനുഭവിക്കാൻ പോവും, അങ്ങനെ പല വഴിക്കും പോവും. പക്ഷേ ഭാഗ്യമുള്ള ആളുകളോ സുസംഗജാത, അതാണ് മേൽപ്പത്തൂർ പറഞ്ഞത് ഹന്ത ഭാഗ്യം ജനാനാം. ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ സുസംഗം സത്സംഗത്തിന് വരും. ആ സത്സംഗം കൊണ്ട് എന്തുണ്ടാവും? സുസംഗജാത ജ്ഞാനാസി, ജ്ഞാനമാകുന്ന അറിവാകുന്ന അസി എന്ന് പറഞ്ഞ വാള്. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും, സത്സംഗം കൊണ്ട് ജ്ഞാനവും വൈരാഗ്യവും സമ്പാദിച്ച് അയാൾ ഈ സംസാര സാഗരത്തിനെ വിവൃക്ണമോഹ, അജ്ഞാനമാകുന്ന ഈ കാട് വെട്ടിത്തെളിച്ച് അയാൾ രക്ഷപ്പെടും. ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ. എല്ലാവർക്കും പറ്റില്ല. തസ്മാ നരോ, ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഭാഗവതം ആദ്യം തന്നെ പറഞ്ഞു മുഹുരഹോ രസികാ ഭുവി ഭാവുക. ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളെ ഇതിൽ പങ്കെടുക്കുള്ളൂ. ഇതുപോലുള്ള സത്രങ്ങളിലും സത്സംഗങ്ങളിലുമൊക്കെ പങ്കെടുത്താലേ ഈ അസംഗ സുസംഗ ജാത ജ്ഞാനാസി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഉത്സവം കാണാൻ പോയാലൊന്നും അല്ല. ഇപ്പം അങ്ങനെയൊക്കെയാണ് ആളുകളുടെ ധാരണ. അമ്പലത്തിൽ പോയാലൊന്നും ഇന്നത്തെ കാലത്ത് അമ്പലത്തിൽ പോയി ആഘോഷത്തിൽ പങ്കെടുത്താലൊന്നും അത് സത്സംഗമല്ല. ആർക്കെങ്കിലും വെടിക്കെട്ട് കേട്ടിട്ട് ഭക്തി ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടോ? വെടിക്കെട്ട് കേട്ടിട്ട് ഭക്തി ഉണ്ടായി, അല്ലെങ്കിൽ ചെണ്ടമേളം കേട്ടിട്ട് ഭക്തി ഉണ്ടായി. അതൊക്കെ നല്ലതാണ്, കലകൾ, അത് വേറെ വിഷയം. പക്ഷെ അതൊന്നുമല്ല. ജ്ഞാനം ഉണ്ടാവാൻ അതൊന്നും പറ്റില്ല. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സത്സംഗം കൊണ്ടേ ജ്ഞാനം ഉണ്ടാവും. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ജീവൻ മുക്തിക്ക് അത് മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ അസംഗ സുസംഗജാത ജ്ഞാനാസിന. എന്നിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ഹരിം തദീഹ കഥന സ്മൃതിഭ്യാം, മറ്റൊന്നും കൂടി പറഞ്ഞു, ഭക്തി. അതാണ് ഹരിം തദീഹ കഥന സ്മൃതിഭ്യാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയായി? ജ്ഞാനം, വൈരാഗ്യം, ഭക്തി. ഇതല്ലേ ഭാഗവതം തുടങ്ങിയത്? മാഹാത്മ്യം മുതൽ തുടങ്ങിയ ഒറ്റ കാര്യമാണ് ജ്ഞാനവും വൈരാഗ്യവും ഭക്തി. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളെ കൊണ്ട് ഭക്തി സമ്പാദിച്ച്, അല്ലെങ്കിൽ ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയ ഭക്തി, ഇതാണ് ഭാഗവത്തിൻ്റെ ലക്ഷ്യം. വെറും ഭക്തിയല്ല, ജ്ഞാനവും വൈരാഗ്യമുള്ള ഭക്തി സമ്പാദിച്ചാൽ അങ്ങക്ക് ഈ സംസാരക്കാട് കടന്നു പോകാം. എന്നിട്ടാണ് സംസാരത്തിനൊരു കാടായിട്ട് വർണ്ണിച്ച് കേൾപ്പിക്കുക. നമ്മളൊക്കെ സാധാരണ സംസാര സാഗരം എന്നാണ് പറയാറ് അല്ലേ. സംസാര സാഗരേ മഗ്നം. അടുത്ത അധ്യായത്തിൽ സംസാരത്തിൻ്റെ ഒരു കാടായിട്ട് വർണ്ണിക്കുകയാണ്. ഒരു കഥാരൂപത്തിൽ പറയുകയാണ്. കുറച്ച് കച്ചവടക്കാർ ധനവുമായിട്ട് വ്യാപാരത്തിന് പുറപ്പെട്ടു. എന്നിട്ടൊരു കാട്ടിൽ വന്ന് പെട്ടു. അന്നത്തെ കാലത്ത് കാൽനടയായിട്ടാണല്ലോ പോവുക. കാട്ടിൽ വന്ന് പെട്ടു. 6 കള്ളന്മാർ അവരെ പിടികൂടി. ഈ കള്ളന്മാർ വലിയൊരു അധ്യായമാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ആശയം മാത്രം പറയാം, കാരണം സമയം 15 മിനിറ്റ് വൈകിയതുകൊണ്ട് 15 മിനിറ്റ് കൂടി ആവാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കള്ളന്മാർ പിടികൂടി ഇവരെ കണ്ണ് കെട്ടി ഇവരുടെ കയ്യിലുള്ള ധനം മുഴുവൻ അപഹരിച്ച് കള്ളന്മാർ കടന്നു കളഞ്ഞു. എന്നിട്ട് അവർ ആ കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. കണ്ണിൻ്റെ കെട്ടൊക്കെ കഴിച്ചെങ്കിലും വഴി അറിഞ്ഞൂടാ. ഈ കാട്ടിൽ പെട്ടാൽ അങ്ങനെ വിഷമമുണ്ടല്ലോ അല്ലേ. കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വഴി കാണിക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറത്തേക്കാണ് എന്ന് വിചാരിച്ച് നടക്കുന്നത്, ചിലപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെയാവും. ഇപ്പോൾ പണ്ടേ കാലത്തൊക്കെ ഈ കൊടശാതിരിലൊക്കെ പോയാൽ അല്ലേ, പണ്ടൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. ഇപ്പോൾ പിന്നെ അവിടെയൊക്കെ വഴിയായി. പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സഹായി ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ കാട്ടിൽ വഴി കാണിക്കാൻ ആളില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോവുക. ഇവർ കാട്ടിലിങ്ങനെ അലഞ്ഞു നടക്കുക. അനേകം ദുഃഖങ്ങൾ അവരനുഭവിച്ചു എന്ന് പറയാം. എൻ്റെ ഒരു വർണ്ണനയുണ്ട് അവിടെ, ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. അനേകം ദുഃഖങ്ങൾ അനുഭവിച്ചു. അവസാനം കണ്ണിൻ്റെ കെട്ടഴിച്ചെങ്കിലും വഴി അറിഞ്ഞുകൂടാ, കാട്ടിലിങ്ങനെ അലഞ്ഞു നടന്നു. അവസാനം അവർക്കൊരു വാള് കിട്ടിയെന്നാണ് കഥ. ഒരു വാള് കിട്ടി. ഏതായി വാള്? ജ്ഞാനാസിന, നേരത്തെ പറഞ്ഞ വാളില്ലേ. ഈ വാള് കൊണ്ട് കാട് വെട്ടിത്തെളിച്ച് അവർ രക്ഷപ്പെട്ടു എന്നാണ്. ഈ അലഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഒരുപാട് ആപത്തുകൾ പറ്റി. ചില ഗുഹകളിലൊക്കെ ചെന്ന് ചാടുക, ചില മൃഗങ്ങളൊക്കെ നേരിട്ട് ആക്രമിക്കുക, ചില മൃഗങ്ങൾ പതുങ്ങി കിടന്ന് ആക്രമിക്കുക. വളരെയധികം കഷ്ടപ്പെട്ടു. അതിൽ ചില ആളുകളൊക്കെ മരിച്ചു. വീണവരെ മുമ്പോട്ട് പോയവർ ശ്രദ്ധിക്കില്ല. അങ്ങനെയാണല്ലോ. ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യം നടക്കണം എന്നല്ലാതെ വേറെ ആരെ ശ്രദ്ധിക്കാനാ സമയം. അവസാനം അവർക്കൊരു വാള് കിട്ടി. വാള് കൊണ്ട് ഈ കാട് വെട്ടിത്തെളിച്ച് രക്ഷപ്പെട്ടു എന്നാണ് കഥ. അപ്പോൾ ഇത് കേവലം വഴിപോക്കത്തെ കഥയല്ല, നമ്മളൊക്കെ കഥയാണ് അല്ലേ. എത്രയോ ജന്മങ്ങളിൽ സമ്പാദിച്ച ആ സുഹൃതവും അല്ലെങ്കിൽ വാസനകളെയും കൊണ്ടാണ് നമ്മൾ ഈ സംസാരക്കാട്ടിലേക്ക് വരിക. ഈ
ഈ കാട്ടിൽ വരുമ്പോൾ ഇവിടെ 6 കള്ളന്മാരുണ്ട്. ഈ 6 കള്ളന്മാർ പുറത്തല്ല, ദേഹേത് ഇഷ്ടതി തസ്കര. ഈ ശരീരത്തിലുണ്ട് 6 കള്ളന്മാർ. ഏതൊക്കെയാ? മനസ്സും 5 ഇന്ദ്രിയങ്ങളും. അവർ കണ്ണ് കെട്ടും, അതാ ജ്ഞാനവും വൈരാഗ്യവും ഇല്ലാതാവും. അപ്പോൾ ഈ കാട്ടിലെങ്ങനെ അലയും? ഇതാണ് പണ്ടൊരു പാട്ടിൽ പാടാറില്ലേ, വലിയൊരു കാട്ടിലകപ്പെട്ടു ഞാനും വഴിയും കാണാതെ വലയുമ്പോൾ വഴിയിൽ നേർവഴി അരുളയണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. ഇത് തന്നെയാണ് കാട്. അസംഗ സുസംഗജാതജ്ഞാനാസിന. ഈ സംസാരത്തിൽ പെട്ടാലും കരകയറാൻ മാർഗമുണ്ട്. എന്താ മാർഗം? ഇതുപോലെ സത്സംഗത്തിൽ പങ്കെടുക്കുക, അതിൽ നിന്ന് ജ്ഞാനവും വൈരാഗ്യവും സമ്പാദിക്കുക, ഭക്തി സമ്പാദിക്കുക. അങ്ങനെ സംസാരക്കാട് വെട്ടിത്തെളിച്ച് കടന്നു പോവാം എന്ന് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം ആ 14-ാമത്തെ അധ്യായത്തിൽ ഈ സംസാരക്കാടിൻ്റെ ഒരു വിശദീകരണമുണ്ട്. ഭാഗവതത്തിൽ 2 കഥകൾക്ക് മാത്രമേ പിന്നീടൊരു വിശദീകരണമുള്ളൂ. 2 കഥകൾക്കേ ഉള്ളൂ. അതിലൊന്ന് പുരഞ്ജനോപാഖ്യാനം, മറ്റൊന്ന് ഈ ഭവാടവി. 2 കഥകൾക്കാണ് പിന്നീട് വ്യാഖ്യാനമുള്ളത്. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ അതിൻ്റെ ഒരു ഫലശ്രുതിയും കൂടി പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുക. അപ്പോൾ നമുക്കിനി അവസാനത്തേക്ക് ആദ്യാവസാനേ പറ്റുള്ളൂ അല്ലേ. അവസാനത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ ഒരു ഫലശ്രുതി പറയും. ഏതൊരാളാണോ യയിതം ഭാഗവത സമാജിതാവതാത ഗുണകർമ്മണോ രാജർഷേ ഭരതസ്യാനുചരിതം. ഈ ഭരതചരിതം ആരാണോ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് അയാൾക്ക് സ്വസ്ഥേനം ആയുഷ്യം ധന്യം യശസ്യം സ്വർഗാപവർഗ്യം അനുശൃണോത്തി ആഖ്യാസ്യതി അഭിനന്ദതി ച സർവായവ ആശിഷാശാസ്തേ ന കാഞ്ചനപരതൈതി. ഏതൊരാളാണോ ഈ ഭരതരഘുഗുണ സംവാദം ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കുന്നത് അയാൾക്ക് എന്നാ കാഞ്ചനപരത, കാഞ്ചനപരത ഉണ്ടാവില്ല എന്ന്, സ്വർണത്തിൽ ആസക്തി ഉണ്ടാവില്ല എന്ന്. കേട്ടതിന് സ്വർണ്ണക്കടക്കാരെല്ലാവരും കൂടി ഇപ്പോൾ വേറുണ്ടാക്കും. അതല്ല എൻ്റെ അർത്ഥം. കാമിനി കാഞ്ചനങ്ങളാണ് സകല ദുഃഖത്തിനും കാരണം രാമകൃഷ്ണദേവൻ പറയാറില്ലേ. അപ്പോൾ കാഞ്ചനം എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള സമ്പത്ത്, ആസക്തി. അതിലുള്ള ആസക്തി ഇല്ലാതാവും. കാരണം അവനവൻ്റെ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സുഖം ഇതിലൊന്നുമല്ല, അവനവനിൽ തന്നെയാണ് സുഖം എന്നറിഞ്ഞാൽ, അതും ഉത്തമനായൊരു ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് അത് ഹൃദയത്തിൽ തെളിഞ്ഞാൽ പിന്നെ ഈ വിഷയങ്ങളിൽ അയാൾക്ക് ആസക്തി ഇല്ലാതാവും. അയാൾ ആത്മാരാമനായിട്ട് മാറുന്ന അർത്ഥം. നമ്മളൊക്കെ ഇപ്പോൾ ശാപ്പാട്ടുരാമന്മാരാ അല്ലേ. വിഷയങ്ങളിലാണ് സുഖം അന്വേഷിക്കുക. അത് മാറി ആത്മാരാമനായിട്ട് മാറാൻ ഈ ഭരതചരിത്രം ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം അവസാനിപ്പിച്ചത്. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു അവലോകനം ഇത്രേ പറ്റുള്ളൂ അല്ലേ. ഓരോ ശ്ലോകം എടുത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് അത് വലിയൊരു പ്രകരണമാണ്. 5 അധ്യായം ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഈ 5 അധ്യായത്തിൽ ഭാഗവത്തിൽ പല ഭാഗത്തും പറയുന്ന ആശയങ്ങളെ സമാഹരിച്ച് പറഞ്ഞിട്ടുള്ളൊരു പ്രകരണമാണിത്. അപ്പോൾ അതിൽ ഓരോ ശ്ലോകം വിസ്തരിച്ച് പഠിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് സമയപരിമിതി കൊണ്ട് ഒരു ഓട്ടപ്രദർശനം നടത്താനേ പറ്റിയിട്ടുള്ളൂ. ഏതായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നെനിക്കൊരു വലിയൊരു മഹാഭാഗ്യം കൂടി കിട്ടി. സ്വാമിജിയുടെ ആ കാസറ്റ് ഏറ്റുവാങ്ങാനുള്ളൊരു ഭാഗ്യവും കൂടി കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈശ്വരൻ നമുക്ക് ഏതെല്ലാം രൂപത്തിലാണ് അനുഗ്രഹം തരാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. രഘുഗണനെ പോലെ ഒരാൾക്ക് ഭരതയോഗീശ്വരൻ്റെ രൂപത്തിലല്ലേ ഈശ്വരന് അനുഗ്രഹം കൊടുത്തത്. ശ്രീശുഖനെ പോലെ ഒരു മഹാത്മാവ് വന്നിട്ടല്ലേ പരീക്ഷത്തിനെ പോലുള്ള ആളെ രക്ഷിച്ചത്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഈ സ്വാമിജിയെ പോലുള്ള ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഈ മാർഗദർശനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ നമ്മളെയും ഈ സംസാര കാട്ടിൽ നിന്ന് കരകെട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം സ്വസ്തി പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹിഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. ഹരി ഓം നമോ നാരായണായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.